കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തുറന്നു ദിവസന്റെ പാഠശാല എന്ന ഈ ബൈബിൾ ക്ലാസിന്റെ 86-ാമത്തെ സെഷനിലേക്ക് നാം കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒന്നിച്ച് നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തുടർമാനമായിട്ട് ആ വിഷയം തന്നെ ഇന്നും ചിന്തിക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഇന്ന് വിശേഷാൽ നാം അറിയുന്നത് പോലെ ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ ഒരു മാസ്റ്റർ ക്ലാസ് നടക്കുന്നുണ്ട്. അത് US-ൽ നിന്നുള്ള ക്ലാസ് ആണ്. അതിൻ്റെ ഗ്രാജുവേഷനോടുള്ള ബന്ധത്തിൽ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും അതിൻ്റെ സ്റ്റുഡൻസ് പലര് ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ ക്ലാസ് തീർന്നാൽ ഉടനെ തന്നെ അതിലേക്ക് മൂവ് ആകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഗ്രാജുവേഷൻ അടുത്ത ആഴ്ചയിൽ നടക്കുകയാണ്. അതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ഇന്നത്തെ ദിവസവും നടക്കുന്നുണ്ട്. അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ്, ഗ്രേസ് മാസ്റ്റർ ക്ലാസ് എന്ന് ഞങ്ങൾ വിളിക്കും. ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 10 മിനിറ്റ്സ് നമ്മൾ കൂടെ കാണും. അതിനുശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ലോഗ് ഔട്ട് ആയിട്ട് അടുത്ത പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അധികം സമയം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കൂടെ കാണത്തില്ല എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നിന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 10-ാമത്തെ അധ്യായം നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. ഒരു പക്ഷെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പല നിലകളിൽ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പല ക്ലാസ്സുകൾ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവരാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും വചനം അത് അങ്ങനെ തന്നെയോ, നമ്മൾ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല നിൽക്കേണ്ടത്. പിതാക്കന്മാരായിട്ട് പാരമ്പര്യമായിട്ട് നമ്മൾ എന്ത് പഠിച്ചു വന്നു എന്നുള്ളത് അല്ല നമ്മൾ ക്രിസ്ത്യാനികളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ബെരോവക്കാരെ പോലെ നാം തിരുവചനം അങ്ങനെ തന്നെയോ എന്ന് അനുദിനം പരിശോധിക്കുന്നവരായിരിക്കണം. ട്രഡീഷണലി നമ്മൾ എന്തെങ്കിലും തെറ്റ് പഠിച്ചു എന്ന് വിചാരിച്ച് ആ ട്രഡീഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളത് തെറ്റ് ശരിയായിട്ട് മാറത്തില്ല. നോഹയുടെ കാലത്ത് നോഹ പ്രസംഗിച്ചിട്ട് 100 വർഷത്തിലേറെ പ്രസംഗിച്ചു. പ്രസംഗം മനസ്സിലാകാഞ്ഞിട്ടല്ല, പക്ഷെന്നുണ്ടെങ്കിൽ അവരത് ശ്രദ്ധിക്കുകയോ അതിൻ്റെ ആധികാരികതയെക്കുറിച്ച് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യാതിരുന്നത് കാരണം ജലപ്രളയം ആരംഭിക്കുകയും വെറും 8 പേര്, നോഹയും കുടുംബവും മാത്രം രക്ഷിക്കപ്പെടേണ്ടതായിട്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ വരവ് ഏത് സമയമെന്ന് നമ്മൾ അറിയത്തില്ല. ഞാൻ ട്രഡീഷണലി ഇതായിരുന്നു മനസ്സിലാക്കിയിരുന്നത് എന്ന് പറയുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാകത്തില്ല. കൈവിടപ്പെട്ടു പോയിട്ട് നമ്മൾ ആരോട് കംപ്ലൈന്റ് പറഞ്ഞ് എവിടെ കറക്റ്റ് ചെയ്യാനാണ്? നമുക്കൊരു റീ ഇവാലുവേഷൻ ഒന്നും നടത്താൻ പറ്റത്തില്ല. നടത്തിയാലും നമ്മൾ ഫെയിലായി പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് ആ നിലയിലേക്ക് പോകാതെ വചനം എന്ത് പഠിപ്പിക്കുന്നുവെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കാനും, അല്പം വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെയോ എന്ന് വചനത്തിൽ ചിന്തിക്കുവാനും നോക്കുവാനും. കാര്യം നമ്മുടെ ജീവനാണ് നമ്മൾ ഈ വില പറയുന്നത്. നമ്മുടെ ജീവൻ, നമ്മുടെ നിത്യജീവനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. 80 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ജീവിക്കണമെന്ന് താല്പര്യമില്ല, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെ പോയാലും പ്രശ്നമില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നിത്യ നരകത്തിൽ പോകുന്നതിൽ പ്രയാസമില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങനെ തന്നെയോ എന്ന് ചിന്തിക്കേണ്ടുന്നത് നമ്മുടെ ജീവനാണ് നമ്മൾ വില പറയുന്നത്. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെയോ എന്ന് ചിന്തിക്കുവാൻ ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുക. 10-ാം അധ്യായത്തിൽ പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകുന്നതും, അതായത് ഒരു റോമൻ പട്ടാളത്തിലെ മേജർ ജനറൽ ആയിരിക്കുന്ന കൊർന്നല്യോസ് അദ്ദേഹത്തിന്റെ ഭവനം വിസിറ്റ് ചെയ്യുന്നതും അവിടെ നടക്കുന്ന സംഭവങ്ങളുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കുവാനായിട്ടിടയായത്. അവിടെ ഒരല്പം കൂടെ കഴിഞ്ഞ ദിവസം സമയ ചുരുക്കത്താൽ അധികം എക്സ്പ്ലെയിൻ ചെയ്യുവാൻ എനിക്ക് കഴിഞ്ഞില്ല. നമ്മളത് പറഞ്ഞു തീർക്കേണ്ടതായിരുന്നതുകൊണ്ട് ഒരല്പം ഫാസ്റ്റായിട്ട് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ അവിടെ ഒരല്പം കൂടെ കൊർന്നല്യോസിന്റെ വീട്ടിൽ ഒരല്പസമയം കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് അവിടുന്ന് 11-ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ ക്രിസ്ത്യാനികൾ ഈ സംഭവത്തെ, അല്ലെന്നുണ്ടെങ്കിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുന്ന ആ ഒരു സംഭവത്തെ മുഴുവനായിട്ട് ജാതികൾ ഈ കൃപായുഗത്തിൽ എങ്ങനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കൺവേർട്ടായി വരുന്നു, അതിന്റെ മാതൃകയാണ് അവിടെ നടന്നത് എന്ന് വിശ്വസിച്ചിരിക്കുന്നു. നമ്മൾ ജാതികൾ രക്ഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേന് പെട്ടെന്ന് എല്ലാവരുടെ മനസ്സിൽ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ അനുഭവമാണ് അതിനൊരു ഉദാഹരണമായിട്ട് എടുക്കുന്നതും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. പക്ഷെ അവിടെ ആക്ച്വലി എന്താണ് നടന്നതെന്ന് നമ്മളൊരല്പം കൂടെ ഡീപ്പായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ അതിലങ്ങോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയില്ല. കഴിഞ്ഞ ആഴ്ചയിൽ അത് മുഴുവനായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതുകൊണ്ട് ഒരു അല്പസമയം കൂടെ അവിടെ നിന്ന് ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചിട്ട് അവിടെ നിന്ന് അടുത്ത അധ്യായത്തിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നാം വിശ്വസിച്ചിരിക്കുന്നത് പോലെ
ഒരു ക്രിസ്തീയ വിശ്വാസമോ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ആരംഭമോ ഒന്നും അവിടെ നടന്നിട്ടില്ല. ഇവിടെ ക്രിസ്ത്യാനിറ്റി അന്ന് വെളിപ്പെട്ടിട്ടില്ല. അവിടെ കൊർന്നലിയോസിന്റെ ഭവനത്തിൽ അദ്ദേഹം സ്നാനപ്പെട്ട് ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാവുകയല്ല, പ്രത്യുത ജാതികൾ എങ്ങനെ കിങ്ഡം പ്രോമിസിന്റെ ഭാഗം ആകും എന്നുള്ളതിന്റെ മാനിഫെസ്റ്റേഷൻ, അതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് അവിടെ നടന്നത്. അതായത് കിങ്ഡം ഗോസ്പലിൽ ജാതികൾക്കും രക്ഷയുണ്ട്, അവരെങ്ങനെ ഒരു വലിയ ഗ്രൂപ്പായിട്ട് അവരെങ്ങനെ രക്ഷിക്കപ്പെട്ട് ആ ഒരു വിശ്വാസത്തിലേക്ക് വരും എന്നുള്ളതിന്റെ മാനിഫെസ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു വെളിപ്പെടുത്തലാണ് നമ്മൾ ആ 10-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. ജാതികൾക്കും ഈ വിശ്വാസം പ്രാപിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ വാഗ്ദത്തം പ്രാപിക്കാം എന്നുള്ളത് അടിസ്ഥാനപരമായിട്ട് അവർ ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം. പത്രോസ് അപ്പോസ്തലനും പന്തിരുവർക്കും ഒക്കെ അതറിയാം. അവര് ജൂവിഷ് പ്രോസലൈറ്റ്സിനെ കണ്ടിട്ടുണ്ട്. യഹൂദ മതാനുസാരികളായിട്ട് പലരും അവരുടെ ഇടയിലുള്ളതായിട്ട് അവർക്ക് അറിയാം. എന്നാലും ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഒരു വലിയ മാസീവ് കൺവേർഷൻ, കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിനങ്ങളിൽ കാര്യങ്ങൾ ആ നിലയിലേക്ക് പോകുവാനായിട്ട് പോവുക. മുഴുവനും ശുശ്രൂഷകളും നടക്കാൻ പോകുന്നത് ജാതീയ ദേശങ്ങളിലാണ്. അവിടെ ഭയങ്കര ഗ്രൂപ്പായിട്ട് ആൾക്കാർ കൺവേർട്ട് ആകാൻ പോവുക. ഇവർ കണ്ടിട്ടുണ്ട്, ഒരു ചിലര് ജൂവിഷ് പ്രോസലൈറ്റ് ആയിട്ട് മാറി പരിച്ഛേദനയൊക്കെ ചെയ്ത് ആ ഏക സത്യദൈവ വിശ്വാസത്തിലേക്ക് വന്നിട്ടുള്ള യഹൂദ മതാനുസാരികളെ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും യഹൂദന്മാരെ പോലെ തന്നെ വലിയ ഗ്രൂപ്പുകളായിട്ട് നൂറുകണക്കിന് ആൾക്കാർ രക്ഷിക്കപ്പെട്ട വലിയ ഗ്രൂപ്പ്, മാസീവ് ഗ്രൂപ്പ് ഈ ഒരു വിശ്വാസത്തിലേക്ക് വരുന്നത് അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഉൾക്കൊള്ളുവാൻ ഇടയായി തീരണം. അതിൽ അവർ വിശ്വസിക്കണം. അവർക്ക് അതിൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അതിൻ്റെ ഒരു ക്ലാരിറ്റി, ആ വിഷയത്തിൽ അവർക്കൊരു ക്ലിയറൻസ് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് പ്രത്യേകാൽ ഈ കൊർന്നലിയോസിന്റെ ഭവനത്തിലെ സംഭവം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 1-2 വാക്യങ്ങൾ കാണിച്ച് ഞാൻ അതിനെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, എഴുന്നേൽക്ക, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ മേൽ ദൈവകൃപ ഉദിച്ചിരിക്കുന്നു, നിന്റെ പ്രകാശം ജാതികളുടെ മേലും രാജാക്കന്മാരുടെ മേലും ജാതികളുടെ മേലും രാജാക്കന്മാരുടെ മേലും ഒക്കെ വരും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാൻ ക്വിക്ലി അതൊന്ന് വായിച്ചോട്ടെ. യെശയ്യാ പ്രവചനം 60-ാമത്തെ അധ്യായം അതിൻ്റെ 1, 2, 3 വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ പറയുകയാണ്, എഴുന്നേൽക്ക, എഴുന്നേറ്റ് പ്രകാശിക്ക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. മനസ്സിലായോ? ജാതികൾ നിന്റെ പ്രകാശത്തിലേക്ക് വരണം, രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്ക് വരണം. യു വിൽ ബി കോൾഡ് ആസ് എ സിറ്റി ഓൺ ദ ഹിൽ. ഈ മലമേൽ ശോഭിക്കുന്ന പട്ടണം പോലെ ആയിരിക്കും യെരൂശലേം. നിങ്ങളിൽ കൂടി അനേകർ ആ രക്ഷ ജാതികളിലേക്ക് പോകണമെന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. എന്നാൽ ഇവിടെ നടക്കാൻ പോകുന്നത് ഒരാളോ 2 പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തെ ചിലരോ ഒക്കെ ആയിട്ടല്ല, വലിയ മാസീവ് കൺവേർഷൻ ഉണ്ടാകാൻ പോവുക. അത് അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാകണം. കാര്യം അടുത്ത അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്കിത് കാണാം. എസ്പെഷ്യലി 15-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേന് ഒരു ഡിസ്പ്യൂട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു ക്രിസ്ത്യൻ കൗൺസിൽ അവിടെ കൂടുക. ഈ 12 അപ്പോസ്തലന്മാരോട് ചേർന്ന് ഒരു ക്രിസ്ത്യൻ കൗൺസിൽ അവിടെ കൂടുമ്പോൾ അവർക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഒരു ധാരണയോ ക്ലാരിറ്റിയോ ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്കൊരു കറക്റ്റ് ഒരു ഡിസിഷൻ അവിടെ പറയുവാനോ എടുക്കുവാനോ കഴിയത്തില്ല. ഇവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ ഞാനൊന്ന് കാണിച്ചിട്ട് ഞാനിത് കൂടുതൽ പറയാം. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ ഞാനത് വായിക്കുകയാണ്. ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ, അവർ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്. ഇവിടുത്തെ സാഹചര്യം ക്രിസ്ത്യൻ കൗൺസിലാണ്, 12 അപ്പോസ്തലന്മാർ കൂടിയിരിക്കുകയാണ്. ഇവിടെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും തീത്തോസും കൂടെ യെരൂശലേമിൽ എത്തിയിരിക്കുകയാണ്. ജെറുസലേം കൗൺസിൽ നടക്കുക. ആ ജെറുസലേം കൗൺസിലിലെ ഒരു രംഗമാണ് ഞാൻ ഈ വായിക്കുന്നത്. അവർ പറഞ്ഞു നിർത്തിയതിന് ശേഷം, അതിന് മുൻപോട്ടുള്ള ഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. വരുമ്പോൾ മുതലേ 12 അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, ഇവർ ന്യായപ്രമാണം അനുസരിക്കണം, മോശയുടെ കൽപ്പന അനുസരിക്കണം, ഇവർ പരിച്ഛേദന ചെയ്യണം. ആര്? ജാതികളിൽ നിന്ന് കൺവേർട്ടായി വന്നിട്ടുള്ളവർ. ഇങ്ങനൊരു ഡിസ്പ്യൂട്ട് ഇവിടെ ഉണ്ടായിരിക്കുക. അവിടെ യാക്കോബ് അപ്പോസ്തലൻ എഴുന്നേറ്റ് പറയുക. ഈ യാക്കോബ് അപ്പോസ്തലൻ എന്ന് പറയുന്നത് പന്തിരുവരിലുള്ള ആളല്ല. പന്തിരുവരിൽ ഒരു യാക്കോബ് ഉണ്ടായിരുന്നു, യോഹന്നാന്റെ സഹോദരനായ യാക്കോബ്. അദ്ദേഹം 12-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തെ കൊല ചെയ്യുക. ഇത് 15-ാമത്തെ അധ്യായമാണ്.
ഈ യാക്കോബ് എന്ന് പറയുന്നത് കർത്താവിന്റെ സഹോദരനായ യാക്കോബ. അവൻ പറഞ്ഞു നിർത്തിയ ശേഷം യാക്കോബ് ഉത്തരം പറഞ്ഞത്, അതിന്റെ താപ്പോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം. യാക്കോബ് ഉത്തരം പറഞ്ഞത്, സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതിനോട് പ്രവാചകന്മാരുടെ വാക്യങ്ങളും ഒക്കുന്നു. അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും എന്ന് ഇത് പൂർവ്വകാലം മുതൽ അറിയിക്കുന്ന കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ യഹൂദന്മാരുടെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് അവരോട് പറയുകയാണ്, ഇതുപോലൊരു കൺവേർഷൻ ഉണ്ടാകുമെന്നുള്ളത് പൂർവ്വകാലം മുതലേ ദൈവം നമ്മളോട് അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ദാവീദിന്റെ, ഇത് കണ്ടില്ല, ഇവിടെ പറയാം, അനന്തരം ഞാൻ ദാവീദിന്റെ വീണുപോയ കൂടാരത്തെ വീണ്ടും പണിയും, അതിന്റെ ശൂന്യശിഷ്ടങ്ങളെ വീണ്ടും പണിത് അതിനെ നിവർത്തിക്കും. മനുഷ്യരിൽ ശേഷിച്ചവരും എന്റെ നാമം വിളിച്ചിരിക്കുന്ന സകല ജാതികളും കർത്താവിനെ അന്വേഷിക്കും. ഇങ്ങനൊരു സംഭവം ഉണ്ടാകും എന്ന് തിരുവചനത്തിലും നമ്മുടെ പ്രവചന പുസ്തകങ്ങളിലും ഒക്കെ നമ്മളോട് പറഞ്ഞിരിക്കുക. അതിന്റെ അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. പോരായെന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിലത്തെ ഒരു വാക്യത്തിൽ പറയുകയാണ്, ശീമോൻ ഇങ്ങനൊരു അനുഭവം ഉണ്ടായത്. ശീമോൻ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. കാര്യം ശീമോൻ ഇത് പറയുന്നത്, സഹോദരന്മാരെ, എന്റെ വാക്ക് കേട്ടുകൊള്ളുവീൻ. ദൈവം തന്റെ നാമത്തിനായി ജാതികളിൽ നിന്ന് ഒരു ജനത്തെ എടുത്തുകൊള്ളുവാൻ ആദ്യമായിട്ട് കടാക്ഷിച്ചത് ശീമോൻ വിവരിച്ചുവല്ലോ. ഇതെന്താ ശീമോൻ വിവരിച്ചുവല്ലോ എന്ന് പറയുന്നതെന്ന് അറിയാമോ? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുന്ന സംഭവമാണ്. അത് ശീമോൻ എന്ന് പറയുന്നത് ശീമോൻ പത്രോസ. പത്രോസ് അപ്പോസ്തലനുണ്ടായ അനുഭവം പത്രോസ് അപ്പോസ്തലനോട് വിവരിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നുവല്ലോ. ജാതികളിൽ നിന്ന് ഒരു വലിയ കൂട്ടത്തെ എടുക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഇത് പ്രോഫസിയാണ്. നമുക്ക് ദൈവം ഇതിനു മുൻപേ നമ്മുടെ പ്രവചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദാവീദിന്റെ വീണുപോയ കൂടാരങ്ങളെ പണിയുമെന്നും അനേക ജാതികൾ ഈ വിശ്വാസത്തിലേക്ക് വരുമെന്നും ഒക്കെ ഉള്ളത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രോഫറ്റിക് വാഗ്ദത്തമാണ്. അതിൻ പ്രകാരമാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇവിടെ ഒരു വലിയ ജാതികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ഒരു കൗൺസിൽ കൂടുക. ഇവിടെ നടന്നിരിക്കുന്ന ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്നിരിക്കുന്ന ഈ ഒരു ഇൻസ്റ്റൻസ് അത് എടുത്തു പറഞ്ഞ് അതിനൊരു ക്ലാരിഫിക്കേഷൻ പറയാൻ പോവുകയായി യാക്കോബ് അപ്പോസ്തലൻ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലൻ ഉണ്ടായിരിക്കുന്ന അനുഭവമാണ്. അദ്ദേഹം അത് അവിടെ വിവരിച്ചിരിക്കുക. മനസ്സിലായോ? ഇതെല്ലാം പ്രോഫസി പ്രോഗ്രാം, ഓൾറെഡി പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ നിവർത്തീകരണമാണ്. ഇതൊന്നും ഒരു മിസ്റ്ററി റെവലേഷൻ അല്ല. സ്വർഗത്തിൽ മറിഞ്ഞിരുന്ന എന്തോ ഒരു മർമ്മമായിരുന്ന പദ്ധതിയുടെ റെവലേഷൻ അല്ല ഇവിടെ നടക്കുന്നത്. ഇത് ഇന്നതുപോലെ നടക്കേണ്ടതാകുന്നു എന്ന് പത്രോസ് അപ്പോസ്തലനും യാക്കോബ് അപ്പോസ്തലനും എല്ലാം ഇവിടെ ഈ കാര്യങ്ങളെ എടുത്തു പറയുക. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടക്കുന്ന ഈ കൺവേർഷൻ കഴിഞ്ഞപ്പോഴത്തേന് പിറ്റേ ദിവസം കൊർന്നല്യോസ് പോകുന്നത് യെരുശലേം ദേവാലയത്തിലേക്കാണ്. കിങ്ഡം ഗോസ്പലിന്റെ പ്രത്യാശയിലേക്കാണ് അദ്ദേഹം വരുന്നത്. ഇവിടെ ബോഡി ഓഫ് ക്രൈസ്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ അദ്ദേഹം റാപ്ചറിനെ നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എറ്റേണൽ ഹെവൻലി അബോർഡ്, സ്വർഗീയ നിത്യവാസത്തെ കുറിച്ചുള്ള പ്രത്യാശയോ ഒന്നുമല്ല കൊർന്നല്യോസിന് ഇവിടെ ഉള്ളത്. വചനപ്രകാരം പ്രവാചകന്മാർ പ്രവചിച്ചിരിക്കുന്ന പ്രകാരം ജാതികൾ ആ രക്ഷാ പദ്ധതിയിലേക്ക് വരേണ്ടുന്ന കാര്യം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് ആരംഭിക്കുക. അത് പന്തിരുവര് ശിഷ്യന്മാര് അതിന്റെ ഭാഗവാക്കായിരിക്കുക. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ അത് അവർക്കൊരു വലിയൊരു ഒരു വലിയൊരു അത്ഭുതമായി തോന്നാൻ ഇടയാവരുത്. അതുകൊണ്ട് ദൈവം അവർക്ക് അത് കാണിച്ചു കൊടുത്തിരിക്കുക. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഞാൻ ആ വിഷയത്തിലോട്ട് അതിനോടുള്ള ബന്ധത്തിൽ കാണിക്കാം. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് തിരിച്ച് യെരുശലേമിൽ എത്തിക്കഴിയുമ്പോൾ 11-ാമത്തെ അധ്യായം എത്തിക്കഴിയുമ്പോൾ ബാക്കിയുള്ള 11 പേര് ശരിക്കും പത്രോസ് അപ്പോസ്തലനെ ഗ്രില്ല് ചെയ്യുക, ശരിക്കും ശകാരിക്കുക. എന്തോ ഒരു വലിയ അന്യായം ചെയ്തതുപോലെ അദ്ദേഹത്തെ ശകാരിക്കുക ചെയ്യുന്നത്. 11-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഞാനത് കാണിക്കാം. 11-ാമത്തെ അധ്യായം അതിന്റെ 2-3 വാക്യങ്ങൾ ഇതാ. അവിടെ പറയുകയാണ്, പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോട് കൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. അത്ര വലിയൊരു തെറ്റായിട്ടാണ് അവരതിനെ കാണുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ യഹൂദന് പോകുവാനായിട്ട് പറ്റത്തില്ല. യഹൂദന് അന്യജാതിക്കാരന്റെ ഭവനത്തിൽ ചെല്ലുന്നത് നിഷിദ്ധമാണ്. ഇത് നിങ്ങൾ ഒരല്പം കാര്യമായിട്ട് ഇതിനെ മനസ്സിലാക്കണം. അപ്പോസ്തല പ്രവർത്തികൾ 11-ാം അധ്യായമായത്.
അതിന്റെ 2-3 വാക്യങ്ങളിൽ പറയുകയാണ്, നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞ് അവിടെ ഒരു വലിയ ഡിസ്പ്യൂട്ട് ഉണ്ടാവുക, അവിടെ ഒരു വലിയ ആർഗ്യുമെന്റും പത്രോസിനെതിരായിട്ട് ഒരു വലിയ കുറ്റം അവര് ചാർത്തുകയാണ്. ഈ വാക്യം നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ തന്നെ ഞാൻ വേറൊരു വാക്യം, നിങ്ങൾ ബൈബിൾ എടുക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, വേറൊരു വാക്യം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് കണ്ടില്ലയോ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം അതിന്റെ 46-47 വാക്യങ്ങൾ ഇവിടെ നോക്കിക്കാട്ട്, ഞാൻ അത് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടല്ലോ. ഇവിടെ പറയുക, 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാള്, അതിന്റെ അവസാനം ഇവിടെയാണ് ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചതെന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ മനസ്സിലാക്കുവാനായിട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഇവിടെ ക്രിസ്തീയ വിശ്വാസം ആരംഭിച്ചുവെന്നും ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ബർത്ത്ഡേ എന്നും ഇവിടുന്നാണ് നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾ വന്നിരിക്കുന്നതെന്നും ഒക്കെ പറയുന്നവർ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് 11-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ അവിടെ പോയി കഴിച്ചതിന് പത്രോസ് അപ്പോസ്തലനെ 11 പേര് ചേർന്ന് ശകാരിക്കുക. ഈ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ സഭ നടന്നു എന്ന് പറയുന്നിടത്ത് എഴുതിയിരിക്കുന്ന ഒരു വാക്യമാണ്, ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. 47-ാമത്തെ വാക്യം, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. നമ്മുടെ ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു വാക്യമായത്. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ ഒന്നിച്ച് ഒരു വീട്ടിൽ തന്നെ ആഹാരം കഴിക്കുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിയും കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥയും കൊണ്ട് ഭക്ഷണം കഴിക്കുകയും. നിങ്ങൾക്ക് പറയാമോ, ഈ 2-ാമത്തെ അധ്യായത്തിൽ എത്ര ജാതികൾ ഉണ്ടായിരുന്നു ഇവരുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ? എത്ര ജാതികളോട് ചേർന്നാ ഇവര് ഭക്ഷണം കഴിച്ച? എത്ര ജാതികൾ കൂടെ ഭക്ഷണം കഴിച്ചവരാണ് ദിനംപ്രതി സഭയോട് ചേർന്നത്? കൃപ അനുഭവിക്കുകയും ചെയ്തു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. 11-ാം അധ്യായത്തിൽ ആഹാരം കഴിച്ചതിനാണ് പത്രോസിനെ നിർത്തി ഇവര് ഫയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 2-ാം അധ്യായത്തിൽ സഭ ആരംഭിച്ചു, ദിനം പ്രതി സഭയോട് ചേർന്നു എന്ന് പറയുന്നിടത്ത് ഒന്നിച്ച് ആഹാരം കഴിക്കുകയും അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പോട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു എന്ന് പറയുന്നതും ഇതുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. 2-ാം അധ്യായത്തിലാണ് ഇത് പറയുന്നത്. പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു, ജാതികളെല്ലാം കൂടി വന്നു, അവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് പറയുന്നിടത്താണ് ഈ പറയുന്നത്. ഇത് കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു സംഭവമാണ് 10-ാം അധ്യായത്തിലെ കൊർന്നല്യോസിന്റെ ഭവനത്തിലെ വിസിറ്റ്. അത് കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് യെരുശലേമിൽ പത്രോസ് അപ്പോസ്തലൻ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ മേലെ ഇത്രയും ശകാരം അവര് ഈ ഭയങ്കര അന്യായം ചെയ്തിരിക്കുന്നു, ജാതികളോടുകൂടി പോയി ആഹാരം കഴിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇവിടെ എത്ര ജാതികൾ ഉണ്ടായിരുന്നു? നിങ്ങൾ തന്നെ ചിന്തിക്കാൻ ഞാൻ വിട്ടുതരിക. 2-ാമത്തെ അധ്യായത്തിലെ പെന്തക്കോസ്ത് നാളിൽ അവിടെ എത്ര ജാതികളെയാണ് രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്തുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുവാൻ ഞാൻ വിട്ടുതരിക. ഒരല്പം ദൈവസ്നേഹത്തോടും ദൈവവചനത്തോടുള്ള നീതി പുലർത്തിക്കൊണ്ട് വേണം ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുവാനായിട്ട്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു ഞങ്ങൾ പാരമ്പര്യമായിട്ട് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കഥയില്ല. എന്താണ് സത്യമെന്ന് മനസ്സിലാക്കിയിട്ട് വിശ്വസിക്കണം. അതുപോലെ തന്നെ വേറൊരു അനുഭവമാണ് കൊർന്നല്യോസിന്റെ ഭവനത്തിലെ പരിശുദ്ധാത്മ പകർച്ച. അത് കണ്ട് ഇവർ അമ്പരന്നു പോയി. കൂടെ വന്നവര് പരിശുദ്ധാത്മ പകർച്ച കണ്ട് അമ്പരന്നു പോയി. നിങ്ങൾ വായിച്ചത് ഓർക്കുന്നുണ്ടോ? 10-ാമത്തെ അധ്യായത്തിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പകർച്ച ജാതികളുടെ മേലും വരുന്നത് കണ്ട് പത്രോസിന്റെ കൂടെ വന്ന പരിച്ഛേദനക്കാര് അവർ അമ്പരന്നു പോയി എന്ന് എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട് അവർ അമ്പരന്നു പോയ? ശരിക്കും പറഞ്ഞാൽ പത്രോസും അമ്പരന്നു പോയി. പക്ഷെ എന്നുണ്ടെങ്കിൽ അങ്ങ് നിന്നു എന്നുള്ളതേ ഉള്ളൂ. എന്താ നടക്കുന്നതെന്ന് അറിയാതെ ശരിക്കും പത്രോസ് അപ്പോസ്തലനും അമ്പരന്നത്. കൂടെ വന്നിരിക്കുന്നവരെല്ലാവരും അമ്പരന്നു പോയി. എന്തുകൊണ്ട് അവർ അമ്പരന്നേ? 2-ാമത്തെ അധ്യായത്തിൽ തന്നെ പത്രോസ് അപ്പോസ്തലൻ 38-ാമത്തെ വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് കണ്ടില്ലേ? പത്രോസ് അപ്പോസ്തലൻ ഈ പെന്തക്കോസ്ത് നാളിൽ ജാതികൾ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നവര് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഞാൻ പറയുക. ഇവിടെ കണ്ടില്ലേ? പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഇത് പത്രോസ് അപ്പോസ്തലൻ തന്നെയാ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിച്ചപ്പോൾ പിന്നെ എന്തിനാ അമ്പരക്കുന്നേ? ജാതികൾക്കെല്ലാം ഇത് ലഭിക്കുമെന്നുള്ളത് അവിടെ പറഞ്ഞെന്നുണ്ടെങ്കിൽ ജാതികൾക്ക് ഈ ദാനം ലഭിച്ചപ്പോൾ എന്തുകൊണ്ടാണ് ഈ അമ്പരക്കുന്നേ? അത് ചുമ്മാതെ പറഞ്ഞായിരുന്നോ പത്രോസ് അപ്പോസ്തലൻ? ചിലരൊക്കെ നമുക്കറിയാം, ചിലരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ, ഈ രോഗികളുടെ ഒക്കെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ ഒരിക്കലും ഒരു പാസ്റ്ററും അദ്ദേഹത്തിന്റെ സെക്രട്ടറിയും സഭയിലെ സെക്രട്ടറിയും കൂടെ രോഗിയെടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നത്
അദ്ദേഹം മരിക്കാറായി കിടക്കുക. അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ, കർത്താവെ ഇപ്പോൾ വിടുതൽ അയക്കണം, ഇപ്പോൾ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് എഴുന്നേൽക്കണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഭയങ്കര ബലമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അന്നേരം തന്നെ എഴുന്നേറ്റ് നിൽക്കും എന്നുള്ള രീതിയിലുള്ള അധികാരത്തോടുള്ള പ്രാർത്ഥനയൊക്കെ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇവര് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പാസ്റ്റർ സെക്രട്ടറിയോട് പറയുക, കിടപ്പ് കണ്ടിട്ട് നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ലെന്ന്. അപ്പം ഇതാണ് മനസ്സിലിരിക്കുന്നത്, കിടപ്പ് കണ്ടിട്ട് നേരം വെളുപ്പിക്കുമെന്ന് തോന്നുന്നില്ലെന്ന്. അപ്പൊ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? അതുപോലൊരു തള്ളലല്ല പത്രോസ് അപ്പോസ്തലൻ ഈ തള്ളുന്നത്. പത്രോസ് അപ്പോസ്തലൻ ഇത് പറയുന്നത് ജനം വേറെയാണ്. ഇസ്രായേൽ യഹൂദ ജനത്തോടാ പറയുന്നത്, ചുമ്മാതെ പറഞ്ഞതല്ല. അവിടെ ജാതികളുടെ മേലെ പരിശുദ്ധാത്മാവ് പകരുന്നത് കാണുമ്പോഴത്തേന് അമ്പരന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇതാണ് താങ്കൾ ഓഫർ ചെയ്തത്, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അതാണ് അവിടെ നടന്നത്. അവരെല്ലാവരും റെഡിയാണ്. കർത്താവ് നടത്തിക്കൊണ്ട് വന്നിരിക്കുക. അവിടെ ഒന്ന് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരിക. അതിന് അമ്പരക്കേണ്ട ആവശ്യമില്ല. അമ്പരുന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജാതികൾ അവിടെ ഇല്ലായിരുന്നു. ഒരു ജാതികൾക്കും ഈ സംഗതി അറിയത്തുമില്ല. ജാതികളുടെ മേലൂടെ ഇത് വരുന്നത് കണ്ടപ്പോഴാണ് അമ്പരന്നു പോയത്. ഇതാ പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ കൂടി വന്നത് മുഴുവൻ ഈ യഹൂദന്മാരും അവരുടെ പദ്ധതിയും അവിടെ നടക്കുന്നത്. നമ്മൾ വിശ്വസിച്ചിരിക്കുന്ന മാതിരി ക്രിസ്ത്യാനിറ്റിയുടെ അടിസ്ഥാനം 2-ാം അധ്യായത്തിലല്ല. 2-ാം അധ്യായത്തിലല്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ തന്നെ ഇത് മുഴുവൻ പൊളിച്ചെടുക്കേണ്ടതായിട്ട് വരും, കംപ്ലീറ്റ് അഴിച്ചു പണിയേണ്ടതായിട്ട് വരും. എത്ര സിമ്പിൾ, എത്ര ക്ലിയർ കാര്യമായി പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ വീട്ടിൽ പോയി എന്ന് പറയുന്നു. ഇതൊക്കെ ഞാൻ ഒരല്പം ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ചില പോയിന്റുകൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു പോവുകയാണ്. പത്രോസ് അപ്പോസ്തലൻ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകേണ്ടതായിരുന്നു. എന്നാൽ 7 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പോയത്. 7 വർഷം കഴിഞ്ഞതിന് ശേഷം ഒന്ന് പോയി, ഒരു ജാതിയുടെ അടുത്ത് പോയി. ആരാ? കൊർന്നല്യോസിന്റെ വീട്ടിൽ. അതും പോയതല്ല, ദൈവം വിട്ടതാ. ദൈവം ഓരോന്നെല്ലാം കാണിച്ച് അവിടെ പറഞ്ഞ് അയച്ചതാ, നിർബന്ധിച്ചു വിട്ടതാ. മടിച്ചു നിന്നിട്ട് നിർബന്ധിച്ചു വിട്ടതാ. അവിടെ പോയിട്ട് അതിനുശേഷം 10 വർഷം കഴിഞ്ഞ് നടക്കുന്നതാണ് ഈ ജെറുസലേം കൗൺസിൽ. അതിനുശേഷവും ഒരു വീട്ടിലും പോയിട്ടില്ല, ഒരു ജാതിയുടെ അടുക്കലും പോയിട്ടില്ല. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം, ഈ ജെറുസലേം കൗൺസിൽ നടക്കുന്ന വരെയുള്ള സമയം, AD 49-50 വരെയുള്ള സമയം, കർത്താവിനെ ക്രൂശിച്ച് ഈ AD 49 വരെയുള്ള സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 10-17 വർഷമാണ്. ആ ഒരു ഗ്രേറ്റ് കമ്മീഷൻ കിട്ടിയ പത്രോസ് അപ്പോസ്തലൻ ഒരേ ഒരു വീട്ടിലേ പോയിട്ടുള്ളൂ. ഞാൻ ചുമ്മാതെ പറയുന്നതല്ല, വചനത്തിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അതായത് അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 11-ാം അധ്യായം അതിന്റെ 19-ാം, നമ്മൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്ന വാക്യങ്ങളാണ്. 11-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. അതിന്റെ 19-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് കണ്ടില്ല? അവിടെ പറയാണ്, സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നിക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോട് സഞ്ചരിച്ചു. ഇവര് സ്തേഫാനോസിന്റെ മരണം ഉണ്ടാകുന്ന അതിന്റെ പിറ്റേ വർഷമാണ്. അതിനുശേഷം ആരോടും സുവിശേഷം പറഞ്ഞിട്ടില്ല, യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിച്ചിട്ടില്ല. ഒരു ജാതികളുടെ അടുക്കലും പിന്നെ പോയിട്ടില്ല. അവര് പറയുന്ന മുഴുവൻ യഹൂദന്മാരോട്, അവരുടെ സുവിശേഷമാണ്. ഇനി 15-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം കൂടെ കാണിക്കാം. ഈ ഡിസ്പ്യൂട്ട് നടക്കുന്ന സമയത്ത് ഒരു വാക്യമാണ്. സഹോദരന്മാരെ, കുറെ നാൾ മുമ്പേ ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണം എന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. അതായത് ഈ ഒരു സംഭവം പറയുന്നത് കുറെ നാൾ മുമ്പ് എന്ന് പറയുന്നത് 10 വർഷം മുമ്പ്. ഇത് AD 49 നടക്കുന്നത്. കുറെ നാൾ മുമ്പ് ദൈവം നിങ്ങളിൽ വെച്ച് ഞാൻ മുഖാന്തരം ജാതികൾ സുവിശേഷ വചനം കേട്ട് വിശ്വസിക്കണമെന്ന് നിശ്ചയിച്ചത് നിങ്ങൾ അറിയുന്നുവല്ലോ. ആ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന സംഭവത്തെയാണ് ഈ റെഫർ ചെയ്യുന്നത്. ഇതിന്റെ അർത്ഥം അതിന് മുൻപും പോയിട്ടില്ല, അതിന് പിൻപും അടുത്തൊരു 10 വർഷത്തേക്ക് ഒരു ജാതികളുടെ അടുക്കലും പോയിട്ടില്ല. ഇവിടെ ഒന്നും അല്ല ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തത് ഈ 12 അപ്പോസ്തലന്മാർക്ക് ഗ്രേറ്റ് കമ്മീഷൻ കൊടുത്തു. പുറപ്പെട്ട നിങ്ങൾ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. അത് താങ്കളോട് പറഞ്ഞതല്ല. നമ്മൾ ഇന്ന് ക്രിസ്തീയ വിശ്വാസം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത് അതാണ്. നമ്മുടെ ഗ്രേറ്റ് കമ്മീഷൻ, നമ്മുടെ അടിസ്ഥാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന അലംഘനീയമായ ദൈവിക കൽപ്പന. എൻ്റെ പ്രിയ സഹോദരി സഹോദര, ഒരല്പം ആത്മാർത്ഥതയോടെ ദൈവവചനം പഠിക്കണം. അന്ത്യകാലമാണ്, കർത്താവിന് വരവ് ഏത് സമയമെന്ന് അറിയത്തില്ല. കൈവിടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നിത്യ നരകാഗ്നിയിലേക്കാണ് പോകുന്നത്.
ഇവിടെ ആരെയും തോൽപ്പിക്കാനോ ആരൊക്കെ ജയിക്കുവാൻ വേണ്ടിയിട്ടോ അല്ല. സത്യവചനം എന്താണെന്ന് വാസ്തവമായിട്ട് മനസ്സിലാക്കി അതിനെ പഠിക്കണം. പത്രോസ് അപ്പോസ്തലൻ ആ 12 പേരിൽ അവരുടെ നേതാവാണെന്ന് വേണമെങ്കിൽ പറയാം. അടുത്തൊരു വാക്യം കാണിക്കാം. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറയുന്നത് കണ്ടോ, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടെയും വ്യാപരിച്ചു. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുക. പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായിട്ട്, അതായത് പരിച്ഛേദനയുടെ സുവിശേഷം, അതാണ് യഹൂദന്മാരുടെ സുവിശേഷം. പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടെയും വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷ ഘോഷണം. ഈ ഘോഷണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷണൽ ഒരു വാക്ക് ചേർത്തതാണ്. അതുകൊണ്ട് അതിന്റെ അർത്ഥം മുഴുവൻ മാറിപ്പോയി മലയാളത്തിൽ. ആക്ച്വലി അവിടെ ഒരു ഘോഷണത്തിന്റെ ആവശ്യമില്ലായിരുന്നു. പരിച്ഛേദനക്കാരുടെ ഇടയിലെ സുവിശേഷം എന്ന പോലെ എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലെ സുവിശേഷം പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് എഴുതിയാൽ മതി. ഇതിപ്പോ ഘോഷണം വന്ന കാരണം ഇതിന്റെ അതിന്റെ അർത്ഥം മാറിപ്പോയി. ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, വളരെ ക്ലിയർ ആണത്. ആ സുവിശേഷം രണ്ട് സുവിശേഷമാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത വാക്യം, ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. അടുത്ത വാക്യം, പരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് കണ്ട് എനിക്ക് ലഭിച്ച കൃപ അറിഞ്ഞതുകൊണ്ട് തൂണുകളായി എണ്ണപ്പെട്ടിരുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിലും അവർ പരിച്ഛേദനക്കാരുടെ ഇടയിലും സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്കും ബർന്നബാസിനും കൂട്ടായ്മയുടെ വലം കൈ തന്നു. ഇവിടെ കൂട്ടായ്മയുടെ വലം കൈ തന്നു എന്നൊക്കെ പറയുന്ന ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുക. അതായത് നിങ്ങൾ ജാതികളുടെ അടുക്കലും ഞങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും, അതായത് യഹൂദന്മാരുടെ ഇടയിലും സുവിശേഷം അറിയിച്ചോളാം. ആരാ ഈ ഇതിനടിയിൽ സൈൻ ചെയ്തതെന്നറിയാമോ? പത്രോസ് അപ്പോസ്തലൻ, യാക്കോബ്, യോഹന്നാൻ. ഇവരാരാ 3 പേരെന്നറിയാമോ? 12 പേരിലെ ഇന്നർ സർക്കിളിലെ മെയിൻ ആൾക്കാരാ. 12 പേരുടെ ഇടയിൽ ഒരു ഇന്നർ സർക്കിൾ ഉണ്ട്. കർത്താവ് ഇവരെ 3 പേരെയുമാണ് കൂടെ കൊണ്ട് നടക്കുന്നത്. മറുരൂപാമലയിൽ നിങ്ങൾക്ക് അവരെ കാണാം, ഗത്സമനയിൽ നിങ്ങൾക്ക് അവരെ കാണാം. കർത്താവിനോടുള്ള ആ അടുത്ത ഇന്നർ സർക്കിളാണ് ഇവർ, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ. തൂണുകൾ എന്ന് എണ്ണപ്പെടുന്നവർ. അവർ 3 പേരും പൗലോസിനും ബർന്നബാസിനും തീത്തോസിനും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് ഒരു ജെന്റിൽമാൻ എഗ്രിമെന്റ് സൈൻ ചെയ്യുക. ആ എഗ്രിമെന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ജാതികളുടെ ഇടയിലും ഞങ്ങൾ പരിച്ഛേദനക്കാരുടെ ഇടയിലും ശുശ്രൂഷിച്ചോളാം. നിങ്ങൾ ലോകമെമ്പാടും പോയി സകല ജാതികളെയും എന്റെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്നുള്ള കമാൻഡ്മെന്റ്, ഗ്രേറ്റ് കമ്മീഷൻ ലഭിച്ചവരാണോ ഈ ഒരു തീരുമാനം എടുക്കുന്നത്? നിങ്ങൾ പൊക്കോ, ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഞങ്ങൾ യഹൂദന്മാരുടെ അടുക്കൽ ശുശ്രൂഷിച്ചോളാം, നിങ്ങൾ എല്ലാവരും ജാതികളുടെ അടുക്കൽ പൊക്കോളാം എന്നുള്ളൊരു എഗ്രിമെന്റ്. ഈ ഒരു വിഷയം മാത്രം, ഇതിനെ മാത്രം ഒന്ന് ഡ്രിൽ ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മുഴുവനും തെറ്റായ വിശ്വാസത്തിന്റെയും തെറ്റിദ്ധാരണയുടെയും പുറത്ത് വന്നിരിക്കുന്നതാണെന്നുള്ളത് നിസ്തർക്കം മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ ഒരേ ഒരു വിഷയം, ഗ്രേറ്റ് കമ്മീഷൻ, ഇതിന്റെ പുറത്ത് എത്രമാത്രം ക്രിസ്തീയ സഭകളാണ് ബിൽഡായിരിക്കും എന്നറിയാം. പറഞ്ഞിരിക്കുന്നത് യഹൂദനോട്, ജാതിയുമായിട്ട് യാതൊരു സംബന്ധവും ഇല്ലാത്തൊരു വാക്യമായത്. ഇതിലല്ല നമ്മൾ ക്രിസ്ത്യാനികളായത്. ഇത് യഹൂദനോട് പറഞ്ഞിരിക്കുന്നതും ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്ന യഹൂദനെ അറിയിക്കുവാനായിട്ടും അവരോട് സ്നാനപ്പെടുവാനായിട്ടും അവരെ ക്ലെൻസ് ചെയ്ത് ആ ദൈവിക പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നതാണ്. പത്രോസ് അപ്പോസ്തലൻ ആദ്യമേ ജാതിയുടെ വീട്ടിൽ പോയി കൊർന്നല്യോസിനെ രക്ഷിച്ചു എന്നൊക്കെ പറയുന്നത്, രക്ഷിക്കപ്പെട്ടവർ കൃപയുടെ സുവിശേഷത്തിലേക്കോ കാൽവറി ക്രൂസിലൂടെയുള്ള രക്ഷയിലേക്കോ അല്ല വരുന്നത്. അവരെ കിങ്ഡം ഗോസ്പലിലേക്കാണ് വരുന്നത്. 10-ാമത്തെ അധ്യായം ശരിക്കും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡ്രിൽ ഡൗൺ ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഇതെല്ലാം മനസ്സിലായാലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം എടുത്ത് മനസ്സിലാക്കി കൊടുത്തെന്ന് പറഞ്ഞാലും ഇതിനകത്ത് നിന്ന് മാറത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരമ്പര്യം അതുപോലെ വേരുറച്ചിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ബെർലിൻ മതിൽ ജർമ്മനിയിലെ, അത് കെട്ടി മറച്ചിരിക്കുന്നത് പോലെ ശരിക്കും പാരമ്പര്യത്തിൽ കെട്ടി മറച്ചിരിക്കുക. എന്നിട്ട് ഈ ആൾക്കാർ തന്നെ പ്രസംഗിക്കുന്നത് കേൾക്കാം, നിങ്ങൾ പാരമ്പര്യത്തിൽ നിൽക്കരുത്, പാരമ്പര്യം അടിമത്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, വചനം ശ്രദ്ധിക്കണം എന്നൊക്കെ. എന്താ വചനത്തിൽ പറയുന്ന ഒരല്പമെങ്കിലും ആത്മാർത്ഥമായിട്ട് ഇവർ ശ്രദ്ധിക്കാറുണ്ടോ? മത്തായിയുടെ സുവിശേഷം ഒരു ചെറിയ 1-2 വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് കാണിച്ചോട്ടെ. മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാമത്തെ അധ്യായം 5-ാം വാക്യം. ഇവിടെ കർത്താവ് 12 അപ്പോസ്തലന്മാരെ സ്വന്തമായിട്ട് എടുത്ത് അവരെ സുവിശേഷം അറിയിക്കാനായിട്ട് അയക്കുക. ഈ 12 പേരെയും യേശു അയക്കുമ്പോൾ എന്തിനാ അയക്കുന്നത്? എന്ത് സുവിശേഷമാണ് ഇവർ പറയുന്നത്? കർത്താവ് കാൽവറിയിൽ മരിക്കാൻ പോകുന്നു എന്നുള്ള സുവിശേഷമാണോ? അതിന്റെ തലേ ദിവസം പോലും അവർക്ക് അതൊന്നും അറിയത്തില്ല. അവർ പറയുന്നത് രാജ്യത്തിന്റെ സുവിശേഷമാണ്.
അയക്കുമ്പോൾ അവരോട് ആജ്ഞാപിച്ചത് എന്തെന്നാൽ, ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും 3.5 വർഷം മുമ്പ് കർത്താവ് ശിഷ്യന്മാരെ ഹാൻഡ് പിക്ക് ചെയ്തെടുക്കുക, 12 പേരെ. ആ 12 പേരെ എടുക്കുമ്പോൾ അവരോട് കൊടുക്കുന്ന ആ ഒന്നാമത്തെ കൽപ്പന, നിങ്ങൾ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും. ഈ പറഞ്ഞ കർത്താവാണോ അതിനുശേഷം ജാതികളുടെ അടുക്കൽ പൊക്കോളാൻ ഗ്രേറ്റ് കമ്മീഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത്? ഈ പദ്ധതി വേറെയാ പ്രിയ ദൈവമക്കളെ. ശമര്യരുടെ പട്ടണം എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ശമര്യരുടെ പട്ടണങ്ങൾ മുഴുവനും ജാതികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. അവിടെ ജാതികൾ ഉള്ളതുകൊണ്ട്, ശമര്യ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗമാണ്. 10 ഗോത്രം താമസിക്കുന്ന സ്ഥലമാണ് ശമര്യ. കർത്താവ് ജനിച്ചത് ബേത്ലഹേമിലാണെങ്കിലും വളർന്നത് ശമര്യയിലെ നസറേത്തിലാണ്. 12 അപ്പോസ്തലന്മാര് ശിഷ്യന്മാരുള്ളതിൽ 11 പേരും ഇസ്കറിയാത്ത് യൂദ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഗലീലക്കാരാ. ഗലീല ശമര്യയിലെ സ്ഥലമാണ്. ശമരിയൻ ഗ്രാമങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ല, അവിടെ എല്ലാം പോയി സുവിശേഷം അറിയിക്കുന്നുണ്ട്. ഇവര് സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, ശമര്യരുടെ പട്ടണത്തിൽ കടക്കല്ല. എന്താ പട്ടണത്തിൽ കടന്ന പ്രശ്നം? അവിടെ മുഴുവൻ ജാതികളാ. കാര്യം അവർ അസീറിയൻ പ്രവാസത്തിലേക്ക് പോയപ്പോൾ അസീറിയയിൽ നിന്നും ബാബിലോണിൽ നിന്നൊക്കെയുള്ള ജാതികളെ കൊണ്ട് ഇവരുടെ പട്ടണങ്ങൾ മുഴുവൻ പാർപ്പിച്ചേക്കുക. അതുകൊണ്ട് അങ്ങോട്ട് അടുക്കല്ലെന്ന് പറയാം. അത്രയ്ക്ക് അറയ്ക്കുന്നവരാ ജാതികൾ. ജാതികളുടെ അടുക്കൽ പോകലെന്ന് പറയാൻ കാര്യം അതാ. ഈവൻ ശമരിയയിൽ കൂടെ അവരുടെ പട്ടണത്തിൽ കടക്കല്ല. കാര്യം എന്താ? ഞാൻ കാര്യം എന്താന്ന് കാണിക്കാം. 2 രാജാക്കന്മാർ 17-ാം അധ്യായം. രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം, അതിന്റെ 24, 25, 23, 24 ആണെന്ന് തോന്നുന്നു. ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇതാ ഇവിടെ നോക്കൂ. അശൂർ രാജാവ് 23 വായിക്കാം. അവർ അവയെ വിട്ടുമാറായിയാൽ യഹോവ പ്രവാചകന്മാരായ സകല ദാസന്മാരും മുഖാന്തരം അരുളി ചെയ്ത പ്രകാരം ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അവര് ഭയങ്കര വിഗ്രഹാരാധനയിലും ബാലിനെയും തമൂസിനെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മരത്തിന്റെ ചുവട്ടിലും കാണുന്നിടത്തെല്ലാം അതിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അതിനെ ആരാധിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേനും ഒടുവിൽ ഇസ്രായേലിനെ തന്റെ സന്നിധിയിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നിങ്ങൾ ഈ അധ്യായം മുഴുവൻ വായിച്ചു നോക്കണം, അന്നേരം നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ ഇസ്രായേൽ സ്വദേശം വിട്ട് അശൂരിലേക്ക് പോകേണ്ടി വന്നു. എങ്ങനെ? ഇസ്രായേൽ, ഹൗസ് ഓഫ് ഇസ്രായേൽ ആൻഡ് ഹൗസ് ഓഫ് ജൂദ, നോർത്തേൺ കിങ്ഡം, സൗത്തേൺ കിങ്ഡം. ആ നോർത്തേൺ കിങ്ഡം, അതാണ് ഇസ്രായേൽ. അവര് അശൂരിലേക്ക് പോകേണ്ടി വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അസീറിയ അവിടേക്ക് പോകേണ്ടതായിട്ട് അവരെ പിടിച്ചോണ്ട് പോയി അവരെ ക്യാപ്റ്റിവിറ്റിയിലേക്ക് പോകേണ്ടതായിട്ട് വന്നു. പ്രവാസം ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു. അവർ പോയിരിക്കുന്ന ഒരു എഴുതുന്ന സമയത്ത് ഇന്ന് വരെ അവിടെ ഇരിക്കുന്നു എന്ന് പറയുക. അശൂർ രാജാവ്, അവരുടെ രാജാവ്, അസീറിയൻ രാജാവ് ബാബേൽ, കൂഥ, ഔവ, ഹമ്മാത്ത്, സഫർവയീം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ വരുത്തി ഇസ്രായേൽ മക്കൾക്ക് പകരം ശമരിയ പട്ടണങ്ങളിൽ പാർപ്പിച്ചു. അവർ ശമരിയ കൈവശമാക്കി അതിന്റെ പട്ടണങ്ങളിൽ പാർത്തു. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ശമര്യരുടെ പട്ടണങ്ങളിൽ പോകരുതെന്ന്. മനസ്സിലാകുന്നുണ്ടോ? ജാതികളിൽ നിന്ന് എത്ര മാറി നിൽക്കണമെന്നുള്ളത് എത്ര ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കാന്നറിയാമോ? മത്തായിയുടെ സുവിശേഷം തന്നെ അതിന്റെ 15-ാം അധ്യായം 24-ാം വാക്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സിറോഫൊനീഷ്യൻ ലേഡി വന്നിട്ട് അവളുടെ മകൾക്ക് സൗഖ്യം വേണമെന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്നത് കേട്ടോ, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല, അത് നായ്ക്കുട്ടികൾക്കുള്ളതല്ല. ഈ അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും 3-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഒന്നും ഒരു ക്രിസ്ത്യാനിറ്റിയും ആരംഭിച്ചിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ അടിസ്ഥാന പ്രമാണം എങ്ങനെയാവും? കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പോകുമ്പോഴും ക്രിസ്ത്യാനിറ്റി ദൈവം ആരംഭിച്ചിട്ടില്ല. ഇല്ലെങ്കിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന സംഭവങ്ങൾ എങ്ങനെ നിങ്ങളുടെ മാതൃകയായിട്ട് തീരും? ഞാൻ തൽക്കാലം കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നിന്ന് വെളിയിൽ ഇറങ്ങുക. അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ വളരെ എക്സൈറ്റഡ് ആവും, കുറെ നേരം കൂടെ അവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുക. ആരെങ്കിലും കൊർന്നല്യോസിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് അറിയിക്കണം. ഞാനിവിടെ വന്നിട്ട് അവരോട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. 11-ാം അധ്യായത്തിലേക്ക് കയറുകയാണ്. ഇതൊന്നും തെയോഫെലീസിന് മാത്രം മനസ്സിലാകാനായിട്ട് എഴുതിയതല്ല. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയത് തെയോഫെലീസിനാണെങ്കിലും അത് അദ്ദേഹത്തിന് മാത്രം മനസ്സിലാകാൻ എഴുതിയല്ല, നമുക്കൂടെ മനസ്സിലാകാനായിട്ടും നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് പ്രകാരം പ്രവർത്തിക്കാനും പരിശുദ്ധ ആത്മാവിനാൽ എഴുതിയിരിക്കുന്ന ഒരു പ്രമേയമാണ്. അതിലെ സത്യത്തെ സത്യമായിട്ട് ഉൾക്കൊള്ളണം. പാരമ്പര്യമോ നിങ്ങളുടെ അപ്പച്ചന്മാർ എന്ത് പഠിപ്പിച്ചു എന്നുള്ളതോ അല്ല വിഷയം. കൈവിടപ്പെട്ടു പോയാലോ ഒരു അപ്പച്ചനെയും കാണത്തില്ല നമ്മുടെ കൂടെ. തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മളെ ന്യായം വിധിക്കാനായിട്ട് പോകുന്നത്. 11-ാം അധ്യായം
വളരെ ഒരു ഇമ്പോർട്ടന്റ് അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുക. ഈ 10-ാം അധ്യായം പഠിച്ചതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അധ്യായമാണ് 11-ാം അധ്യായം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ആദ്യമായി ലഭിക്കുന്നത് ഈ അന്ത്യോക്യയിൽ വെച്ചും ഈ അധ്യായത്തിലുമാണ്. ഇവർക്ക് എന്താ യെരുശലേമിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് പേര് കിട്ടാഞ്ഞത്? കാര്യം അവിടെ ക്രിസ്ത്യാനികൾ ഇല്ല, അത്രേ ഉള്ളൂ. 12 അപ്പോസ്തലന്മാരെ എന്താ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാഞ്ഞത്? കാര്യം അവർ ക്രിസ്ത്യാനികളല്ല, അത്രേ ഉള്ളൂ. അവിടെ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചിട്ടില്ല. അവിടെ ക്രിസ്ത്യാനി എന്താണെന്നും അറിയത്തില്ല. ആ 12 അപ്പോസ്തലന്മാർ ക്രിസ്ത്യാനികളുമല്ല. അവരന്നും ക്രിസ്ത്യാനിയല്ല, ഇന്നും ക്രിസ്ത്യാനിയല്ല. അവർ ഉയർത്തെഴുന്നേൽക്കും. ദൈവം സഹായിച്ച് നിങ്ങൾക്ക് അവരുമായിട്ട് കാണാനുള്ള അവസരം ഉണ്ടാകുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് വല്ലതും അറിയാമോ എന്നുള്ളത്. സത്യം പറയാ ഞാൻ, ഇന്ന് നാം എല്ലാവരും സെയിന്റ് തോമസ്, സെയിന്റ് പീറ്റേഴ്സ്, സെയിന്റ് ജോൺ, സെയിന്റ് എല്ലാവരുടെയും പേരിൽ പള്ളി പണിതേക്കുക. പാവം, അവർക്ക് ഈ സംഗതി അറിയത്തില്ല നിങ്ങൾ എന്താ ചെയ്ത് കൂട്ടുന്നത് എന്നുള്ളത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതല്ല നമ്മുടെ വിളി. നമ്മുടെ വിളി എൻറ്റയർലി ഡിഫറെന്റ് വിളിയാണ്. പൗലോസ് അപ്പോസ്തലൻ കൂടെ കൃപായുഗം തുറന്ന് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. കർത്താവിന്റെ കാൽവറി ക്രൂശിലോടുള്ള ഒരു പാപക്ഷമയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതിലെ വിശ്വാസത്താൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുക. അത് വിട്ടിട്ട് നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് ഇവിടെ പത്രോസ് അപ്പോസ്തലനിലൂടെയും യാക്കോബിലൂടെയൊക്കെ പറഞ്ഞ സ്നാനത്തിലും മാനസാന്തരത്തിലും കാത്തിരിപ്പിലും ഒക്കെ ആയിട്ട് പോയേക്കുക. ഈ ഒരു സംഗതി ഞാൻ ഗേറ്റ് മിനിസ്ട്രീസിൽ കൂടെ പറയുന്നു. നമുക്ക് പറയുന്നതിനുള്ള പരിമിതികളുണ്ട്, എന്നാലും കഴിയുന്നതിന്റെ അനുസരിച്ച് നമ്മൾ പറയാൻ ശ്രമിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ഇതൊന്ന് ഏറ്റെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻഡത്തിൽ വരാൻ പോകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്തൊരു വലിയ സത്യ സുവിശേഷമാണ് നമ്മൾ ലോകത്തെ അറിയിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കി. കർത്താവിന്റെ വരവെങ്കിൽ കർത്താവ് നമ്മൾ എത്രമാത്രം അഭിനന്ദത്തോട് ദൈവത്തിന് വേണ്ടി വേല ചെയ്തുകൊണ്ട് നമ്മളെ മാനിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സ്വർഗം എത്രമാത്രം സന്തോഷിക്കുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ദൈവം കർത്താവ് ലോകത്തിൽ ആരംഭിച്ച കർത്താവിന്റെ രക്തം തന്ന് വിലയ്ക്ക് വാങ്ങിയ ജനം തെറ്റിപ്പോകുമ്പോൾ മനസ്സിലായ നമ്മളതൊന്ന് കറക്റ്റ് ചെയ്യാൻ, ഇത് ഏതെങ്കിലും നിലയിൽ മറ്റുള്ളവരിൽ എത്തിക്കാൻ ഉത്സാഹിക്കുമ്പോൾ സ്വർഗം എത്രമാത്രം സന്തോഷിക്കുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. നമ്മുടെ ബൈബിൾ ക്ലാസ്സിൽ ഇന്ന് ആൾക്കാർ നമുക്ക് 38 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, 39 പേര് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളിൽ ജനത്തെ അറിയിച്ചു കഴിഞ്ഞാൽ എത്രയോ വലിയൊരു സത്യമാണ് നമ്മൾ ലോകത്തെ അറിയിക്കുന്നത്. ആ കാര്യത്തിന് വേണ്ടി ഉത്സാഹിക്കുവാൻ, മറ്റുള്ളവരിൽ ഇത് എത്തിക്കുവാൻ, അനേകരെ ഇത് കേൾപ്പിക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ, നിങ്ങൾ ഉത്സാഹിക്കുവാൻ ഞാൻ വിനീതമായിട്ട് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇവർക്കാർക്കും ക്രിസ്ത്യാനികളെന്ന് യെരുശലേമിൽ പേര് വരാഞ്ഞത് അവർ യെരുശലേമിൽ ക്രിസ്ത്യാനിറ്റി അല്ല പ്രസംഗിച്ചത്, അതുകൊണ്ട് തന്നെയാണ്. എനിവേ, ബിഫോർ ഐ ജംപ് ഇൻടു ദ ചാപ്റ്റർ 11, ലെറ്റ് മീ ഗീവ് യു ആൻ ഓവർവ്യൂ ഓഫ് ചാപ്റ്റർ 11. 11 എന്താണ്, 11-ാമത്തെ അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നുള്ളതിന്റെ ഓവർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. 11-ാമത്തെ അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് അപ്പോസ്തലൻ കൊർന്നലിയോസിന്റെ ഭവനത്തിലെ ആ സംഭവം യെരുശലേമിൽ വന്ന് പന്തിരുവരോട് വിവരിക്കുന്ന ഭാഗമാണ് 1 മുതൽ 18 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത്. ഇനി ഞാനത് വീണ്ടും അവിടെ നിൽക്കുന്നില്ല, അടുത്ത അധ്യായത്തിലേക്ക് കയറുകയാണ്. 11-ാമത്തെ അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ അന്ത്യോക്യയിൽ ദൈവത്തെ സ്വീകരിക്കുന്നതായിട്ടും ദൈവിക തേജസ് അന്ത്യോക്യയിലേക്ക് വ്യാപരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. 22 മുതൽ 24 വരെ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് പറഞ്ഞയക്കുന്നു. 25 മുതൽ 26 വരെ ശൗല് അന്ത്യോക്യയിലെ സഭയിൽ ദൈവവചനം പഠിപ്പിക്കുകയും അന്ത്യോക്യയിലെ സഭയിൽ കൂടി വരികയും ചെയ്യുന്നു. 25, 26 വാക്യങ്ങൾ. 27 മുതൽ 30 വരെ യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിലേക്ക് എന്താ പറയുന്ന ഒരു ദൈവിക കൃപ അല്ലെങ്കിൽ ഒരു ദൈവിക തേജസ് യെരുശലേമിൽ നിന്ന് കാര്യങ്ങൾ അന്ത്യോക്യയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് മൊത്തത്തിൽ ആ 11-ാം അധ്യായത്തിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. അതിലെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. നമ്മൾ അധ്യായത്തിലേക്ക് കടക്കുകയാണല്ലോ. 11-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പെട്ടെന്നൊന്ന് വായിക്കാം. അവിടെ പറയാണ്, ജാതികളും ദൈവവചനം കൈക്കൊണ്ടു എന്ന് അപ്പോസ്തലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു. ഈ യഹൂദിയിലുള്ള സഹോദരന്മാർ അവരുടെ കൂടെ കൂടി വന്നിരുന്ന 12 പേരുടെ കൂടെ ഉണ്ടായിരുന്ന 120 പേരും പിന്നെ 3000 പേരും ഒക്കെ ചേർന്ന് വന്നവരെയാണ് ഈ സഹോദരന്മാരെന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരെന്ന് പറയുന്നത് മറ്റുള്ള അപ്പോസ്തലന്മാര്. ജാതികളും ദൈവവചനം കൈക്കൊണ്ടുവന്ന് അവർ കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. അവര് പത്രോസിന് എതിരായിട്ട് തിരിഞ്ഞു. when Peter was come up to Jerusalem, they that were of the circumcision contended with him.
അതായത് പൗലോസുമായിട്ട് അവർ വാദിക്കുവാനായിട്ടിടയായി. നീ അഗ്രചർമ്മികളുടെ അടുക്കൽ ചെന്നു അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായി അവരോട് വിവരിച്ചു പറഞ്ഞു. പത്രോസ് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാൻ, ഞാൻ എന്തുകൊണ്ടാ പോയെ, എനിക്ക് പോകാൻ പ്ലാൻ ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് വേറെ വഴിയില്ല, കർത്താവ് എന്നെ കാണിച്ചത് കാരണം ഞാൻ പോകേണ്ടതായിട്ട് വന്നു. അവരോട് വിവരിക്കുക, ഞാൻ യോപ്പ പട്ടണത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിവശതയിൽ ഒരു ദർശനം കണ്ടു. ആകാശത്തിൽ നിന്ന് 4 കോണും കെട്ടി ഇറക്കിയ വലിയ തൂപ്പെട്ടി പോലെ ഒരു പാത്രം എൻ്റെ അടുക്കൽ ഓളം വന്നു. ഇത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചതായതുകൊണ്ട് ഞാൻ അധികം നിൽക്കുന്നില്ല, അധികം അവിടെ നിന്ന് വായിക്കുന്നില്ല. നമുക്കറിയാം, നമ്മൾ അതിനെക്കുറിച്ച് ആവശ്യത്തിന് സംസാരിച്ചു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ആരെങ്കിലും കൂടുതൽ കൊർന്നല്യോസിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹിക്കുകയാണെന്നുള്ള എന്നെ അറിയിച്ചായിട്ട് നമുക്ക് ചേർന്ന് ബാക്കി സംശയങ്ങൾ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വിഷയത്തിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാട്ട്. 19-ാമത്തെ വാക്യത്തിലേക്ക് വരെ 18 വരെ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നടന്ന കാര്യങ്ങളെ ക്രമാനുഗതമായിട്ട് പത്രോസ് അപ്പോസ്തലനോട് വിവരിക്കുക ചെയ്യുന്നത്. ഇവിടെ 19-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 19-ാമത്തെ വാക്യം അവിടെ പറയുകയാണ്, സ്തേഫാനോസ് നിമിത്തമുണ്ടായ ഉപദ്രവം ഹേതുവായാൽ. നോക്കിയ സ്തേഫാനോസിനെ എവിടെല്ലാമാണ് റെഫർ ചെയ്യുന്നത് നോക്കിയ. ആ ഒരു സംഭവം ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. സ്തേഫാനോസ് നിമിത്തം ഉണ്ടായ ഉപദ്രവം ഹേതുവാൽ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ ഫൊയ്നീക്യ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു. ഇവിടെ ഇവിടെ ചിതറിപ്പോവുക എന്ന് പറയുമ്പോഴത്തേന് അവരെല്ലാവരും അവരുടെ ദൗത്യം സ്വീകരിച്ച് ഗ്രേറ്റ് കമ്മീഷൻ അറിയിക്കുവാനായിട്ട് പോവുകയല്ല. അവരുടെ മഹാദൗത്യം സ്വീകരിച്ച് അവര് ദൈവത്തിന്റെ വേല ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ദൗത്യത്തോടു കൂടി അവർ സുവിശേഷം അറിയിക്കാനായിട്ട് പോവുകയല്ല. ചിതറിപ്പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണരക്ഷാർത്ഥം ഓടിപ്പോവുക. അവിടെ നിക്കക്കണ്ണി ഇല്ലാതെ അവർ സ്കാറ്റേർഡ് ആയിപ്പോയി. ഒരാൾ ബാബിലോണിലേക്ക് പോയി, ഒരാൾ ശമരിയിലേക്ക് പോയി, മറ്റൊരാൾ കുപ്രോസിലേക്ക്, വേറൊരാൾ കുറേനയിലേക്ക്, മനസ്സിലായോ? ഇവിടെ ഫൊയ്നിക്കയിലേക്ക്, അന്ത്യോക്യയിലേക്ക് എല്ലാം ചിതറിപ്പോയിരിക്കുക. കാക്ക എറിഞ്ഞ കല്ല് പോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചിതറിപ്പോയിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ഇവിടെ അന്ത്യോക്യയിൽ ഒരു പുതിയ ചർച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആവുക. ലാർജ് ചർച്ച് ഈസ് ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ആന്റിയോക്ക്, ഔട്ട്സൈഡ് ഇസ്രായേൽ, ഔട്ട്സൈഡ് ജെറുസലേം. ഇസ്രായേലിൽ നിന്നും ജെറുസലേമിൽ നിന്നും ഞാൻ കഴിഞ്ഞ 8-ാമത്തെ അധ്യായം പഠിച്ചപ്പോഴേ പറഞ്ഞു, ദൈവിക തേജസ് അവിടെ നിന്നും പോയിരിക്കുക, അവിടെ നിന്നും ഇറങ്ങിപ്പോയിരിക്കുക. അവിടെ നിന്നും കാര്യങ്ങളെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറിയിരിക്കുക. ആ പോകുന്നിടത്തെല്ലാം അവര് എവിടാ പോകുന്നതെന്നറിയാമോ? അവര് ശമരിയ, ആദ്യം നമുക്ക് കണ്ടു, ശമരിയയില് അവര് സുവിശേഷം അറിയിക്കുന്നു. പിന്നെ ബാബിലോണില്, അതുപോലെ തന്നെ കുപ്രോസില്, കുറേനയില്, ഫൊയ്നിക്കയില്, അന്ത്യോക്യയില്, ഡമസ്കോസില്, മുഴുവനിടത്തും ചിതറിപ്പോയിരിക്കുക. ഇവിടെ എല്ലാം സുവിശേഷം അറിയിക്കുക. ഇവിടെ എല്ലാം പ്രസംഗിക്കുന്ന സുവിശേഷം എന്താണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? എന്ത് സുവിശേഷമാണ് ഇവിടെ എല്ലാം അറിയിക്കുന്നത്? ഇതെല്ലാം കിങ്ഡം ഗോസ്പൽ ആണ്. കിങ്ഡം ആണ് അവർ പ്രസംഗിക്കുക. അവർക്ക് വേറൊരു സുവിശേഷവും ഇവിടെ ആർക്കും വെളിപ്പെട്ടിട്ടില്ല. ഇവർക്ക് ആർക്കും വേറൊരു സുവിശേഷത്തെ കുറിച്ച് അറിയത്തില്ല. അവർ പ്രസംഗിക്കുന്നത് കിങ്ഡം ഗോസ്പലാണ്. യേശു തന്നെ ക്രിസ്തു മശിഹ, നമ്മൾ കാത്തിരുന്ന യേശു മശിഹയാണ് എന്ന് അവർ വിശ്വസിക്കണം. ഇത് അവർ പ്രസംഗിക്കുന്നത് ജാതികളോടെല്ലാം, മെയിൻലി യഹൂദനോട്. യഹൂദന്മാരോട് അത് പ്രസംഗിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. 19-ാം വാക്യം പറയുന്നുണ്ടല്ലേ, യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സംസാരിക്കാതെ. മറ്റാരോടും സംസാരിച്ചിട്ട് പ്രയോജനമില്ല. കാര്യം ഇത് അവർക്ക് അറിയത്തില്ല. അന്ത്യോക്യ എന്ന പ്രദേശത്തോളം സഞ്ചരിച്ചു. എന്നാൽ അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും. കുപ്രോസ് എന്ന് പറയുന്നത് സൈപ്രസും കുറേനക്കാരുമായിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയപ്പോൾ യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്, ഇവിടെ പറയുന്ന ഈ യവനന്മാരെന്ന് പറയുന്നത് യവനായ യഹൂദന്മാരാണ്, യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരാണ്. അന്ത്യോക്യയില് ഒത്തിരി യഹൂദന്മാരുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അന്ത്യോക്യ എന്ന് പറയുന്ന 2 സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബൈബിൾ സ്റ്റഡി ആണല്ലോ, ഒരു ചെറിയൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അന്ത്യോക്യ എന്ന് പറയുന്നത് ഈ സിറിയയിൽ ഒരു അന്ത്യോക്യ ഉണ്ട്, ടർക്കിയിൽ ഒരു അന്ത്യോക്യ ഉണ്ട്. ഈ 2ഇടത്തും അന്ത്യോക്യ ഉണ്ട്. അതിലെ സിറിയ അന്ത്യോക്യയാണ് നമ്മൾ ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇത് സിറിയയുടെ ക്യാപിറ്റലാണ്. ഈ അന്ത്യോക്യ എന്ന് പറയുന്നത് സിറിയൻ ക്യാപിറ്റലാണ്. BC 300-കളില് സെലൂക്കസ് 1-ാമൻ പണി കഴിപ്പിച്ച ഒരു പ്രധാന സിറ്റിയായി ആന്റിയോക്ക് എന്ന് പറയുന്നത്. അന്ത്യോക്ക് BC, കർത്താവ് വരുന്നതിന് BC 300-ൽ. BC 64-ൽ പോംപെ, അന്നത്തെ ചക്രവർത്തിയായിരുന്ന പോംപെ, അദ്ദേഹം ഇൻഡിപെൻഡന്റ് സിറ്റി ആയിട്ട് പ്രഖ്യാപിച്ചതും ഈസ്റ്റേൺ റോമിന്റെ ഒരു 2-ാമത്തെ അല്ലെങ്കിൽ 3-ാമത്തെ വലിയ പട്ടണം എന്നറിയപ്പെടുന്ന രീതിയിലുള്ള ഒരു സിറ്റിയാണ്
ഈ അന്ത്യോക്ക് എന്ന് പറയുന്നത്. ഏകദേശം 5 ലക്ഷം ആൾക്കാര് തിങ്ങിപ്പാർക്കുന്ന ഒരു സിറ്റിയാണ്. ഇന്നത്തെ പോലെ അല്ല. ഇന്നത്തെ പോലെ താമസ സൗകര്യങ്ങളും മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളും ഒന്നും പണിയാൻ കഴിയുന്ന സ്ഥലമല്ല. അപ്പോൾ 5 ലക്ഷം ആൾക്കാരൊക്കെ തിങ്ങിപ്പാർക്കുക എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഊഹിക്കാൻ പറ്റും എത്ര വലിയ ക്രൗഡഡ് സിറ്റി ആയിരുന്നു എന്നുള്ളത്. ഏർലി ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ നോക്കിക്കഴിഞ്ഞാൽ യെരുശലേം കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത സ്ഥാനം അന്ത്യോക്യയ്ക്കാണ്. നമ്മുടെ ആ പുരാതന ക്രിസ്തീയ ഹിസ്റ്ററി ഒന്ന് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ യെരുശലേം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള സ്ഥലമാണ് ഈ അന്ത്യോക്യ എന്ന് പറയുന്നത്. എഫസോസ് മാതിരി, അലക്സാൻഡ്രിയ ഒക്കെ മാതിരി, റോം മാതിരി പ്രശസ്തമായിരുന്ന ഒരു സ്ഥലമാണ് ഈ അന്ത്യോക്യ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചാണ് ശിഷ്യന്മാർക്ക് ആദ്യം ക്രിസ്ത്യാനികൾ എന്ന പേര് ലഭിക്കുന്നത്. അതിന്റെ 20-ാമത്തെ വാക്യം, അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരും ആയിരുന്നു. അവർ അന്ത്യോക്യയിൽ എത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. ഇവിടെ വന്നപ്പോൾ യവനന്മാരോടും സുവിശേഷം അറിയിച്ചു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ എന്നുണ്ടെങ്കിൽ യവനായ യഹൂദന്മാര് ഒത്തിരി പേരുണ്ട്. ഇവരെയാണ് നമ്മൾ പെന്തക്കോസ്ത് നാളിൽ കണ്ടത്. ഒരു 10-15 രാജ്യത്തിന്റെ പേര് പറയുന്നുണ്ട്. അതെല്ലാം ഗ്രീക്ക് സംസ്കാരം അല്ലെങ്കിൽ ഗ്രീസിന്റെ ആധിപത്യത്തിലുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് ഗ്രീക്ക് ജ്യൂ ആണ് വരുന്നത്. എബ്രായ ജ്യൂ ഉണ്ട്, ഗ്രീക്ക് ജ്യൂ ഉണ്ട്. യവനന്മാരോടും സുവിശേഷം അറിയിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ കൂടുതലും ആ കൂട്ടത്തിലും ഉണ്ടായിരുന്ന യവനായ യഹൂദന്മാരോടാണ് ഈ സുവിശേഷം അറിയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ എല്ലാം പറയുന്നത് അടുത്ത വാക്യം നോക്കി. അടുത്ത വാക്യത്തിൽ പറയുന്ന 21-ാമത്തെ വാക്യം, കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ഈ യവനന്മാരോട് സുവിശേഷം അറിയിച്ചു എന്ന് പറയുമ്പോഴത്തേന് യവനന്മാർ വിശ്വസിച്ചോ ജാതികൾ വിശ്വസിച്ചോ അതോ യഹൂദന്മാർ വിശ്വസിച്ചോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം വലിയൊരു കൂട്ടം വിശ്വസിച്ചു എന്നുള്ളതാണ്. മനസ്സിലായോ? ആൻഡ് എ ഗ്രേറ്റ് നമ്പർ ബിലീവ്ഡ്. ഒരു വലിയ കൂട്ടം യെരുശലേമിൽ വിശ്വസിക്കേണ്ടതും അവർ 12 അപ്പോസ്തലന്മാർ അവിടെ അധ്വാനിക്കുന്നിടത്തും അവർക്ക് അവിടെ പീഡനവും അവർക്ക് അവിടെ ഉപദ്രവവും നടക്കുന്നിടത്ത് വലിയൊരു കൂട്ടം അന്ത്യോക്യയിൽ, ഏകദേശം 400 കിലോമീറ്റർ ദൂരെ അന്ത്യോക്യയിൽ ഒരു വലിയ കൂട്ടം ജനം വിശ്വസിച്ചു എന്ന് കേൾക്കുമ്പോഴത്തേന് യെരുശലേമിൽ വലിയ സന്തോഷം ഉണ്ടാകുക. ദേ ഹേർഡ്, അവർ കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു, വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. അടുത്ത വാക്യം, അവരെ കുറിച്ചുള്ള ഈ വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. ഇവരുടെ ചെവിയിൽ എത്തുകയാണ്. ഇവർ 12 പേരും യെരുശലേമിലുണ്ട്. അവരവിടെ നിന്നും പോയിട്ടില്ല. അവര് പോയി കുപ്രോസിലും കൊറോനയിലും അന്ത്യോക്യയിലും ബാബിലോണിലും ഒന്നും സുവിശേഷം അറിയിക്കുകയല്ല. അവർ യെരുശലേമിൽ തന്നെ ഉണ്ട്. എല്ലാം അവരുടെ ചെവിയിൽ എത്തുക. എന്തോ എത്തുന്നത്? ശമരിയയിൽ ഭയങ്കര അത്ഭുത പ്രവൃത്തി നടക്കുന്നു, യോപ്പയിൽ കൂടെ അത്ഭുത പ്രവൃത്തി നടക്കുന്നു, കൈസരിയയിൽ അത്ഭുതം, ഡമസ്കോസിൽ അത്ഭുതം, അന്ത്യോക്യയിൽ അത്ഭുതം, എല്ലാം അവരുടെ ചെവിയിൽ എത്തുക. എന്താ ഇവര് പോകാത്തത്? ഇവർക്ക് ദൈവം അതുപോലുള്ള കൽപ്പന കൊടുത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലായോ? അവർ യെരുശലേമിൽ തന്നെ ഉണ്ട്. കർത്താവ് ഏത് സമയം മടങ്ങി വരുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവർ യെരുശലേമിൽ തന്നെ പാർത്തിരിക്കുക. അവരവരുടെ ശിഷ്യന്മാരെ അസൈൻ ചെയ്തിരിക്കുക മറ്റുള്ളിടത്തെല്ലാം പോയി പ്രസംഗിക്കുവാനായിട്ട്. അവിടെ ചിതറിപ്പാർത്തവര് ഇവരെയാണ് ഈ ഡയസ്പോറ ജ്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു ടേം കേട്ടിട്ടുണ്ടോ? ഡയസ്പോറ ജ്യൂസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഡിസ്പേഴ്സ്ഡ് ജ്യൂസ്, സ്കാറ്റേർഡ് ആയിപ്പോയ ജ്യൂസിനെയാണ് ഈ ഡയസ്പോറ ജ്യൂ എന്ന് പറയുന്നത്. അവര് ഈ ലോകം മുഴുവനും ചിതറിപ്പാർക്കുകയാണ്. അവരോടാണ് ഈ സുവിശേഷ ഭാഗങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൈബിളിൽ കാണുന്ന പല ലേഖനങ്ങളും എഴുതിയിരിക്കുന്ന ഈ ഡയസ്പോറ ജ്യൂസിനോടാണ്. കുറെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഈ 12 ചിതറിപ്പോകുവാനായിട്ടിടയായി. യെരുശലേമിലെ സ്ഥിതിഗതികൾ മാറുകയും AD 70 അവിടുത്തെ ആ ജെറുസലേം റിവോൾട്ട് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടെ ഭയങ്കര പ്രശ്നങ്ങൾ ആരംഭിച്ചു തുടങ്ങിയപ്പോഴേ അവർക്ക് അവിടെ നിക്കക്കണ്ണിയില്ലാതെ അവരവിടുന്ന് ഓടിപ്പോകേണ്ടതായിട്ട് വന്നു. അങ്ങനെയാണ് ഈ 12 അപ്പോസ്തലന്മാർ ഓടിപ്പോകുന്നതും അവർ ടർക്കിയുടെ പല ഭാഗങ്ങളിലും ഒക്കെ ആയിട്ട് സെറ്റിൽ ആകുന്നത്. പോയവരെല്ലാം എഴുതിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെരുശലേമിലെ യഹൂദനല്ല, ഈ ചിതറി പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ പല പ്രാവശ്യം നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണെങ്കിലും ഐ തിങ്ക് ഇറ്റ് സ്റ്റിൽ വർത്ത് വൈൽ ടു ഷോ യു കപ്പിൾ ഓഫ് റെഫറൻസസ്. ഈ യഹൂദന്മാരുടെ ഈ ഇത് കണ്ടില്ലേ, യാക്കോബ് എഴുതിയ ലേഖനവും അതിന്റെ 1-ാം അധ്യായം 1-ാം വാക്യം അത് റെഫർ ചെയ്ത് കണ്ടില്ല. അവിടെ പറയാണ് യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം എഴുതിയിരിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാന്ന് നോക്കി. ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും ദാസനായ യാക്കോബ് എഴുതുന്നത് ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. മനസ്സിലായ? ഇവർ അവിടുന്ന് ചിതറിപ്പോയിരിക്കുക, ഉലകം മുഴുവനും ചിതറിപ്പോയിരിക്കുക. അവരോടാണ് ഈ എഴുതുന്നത്. അവരോട് വന്ദനം പറയുക. ജെയിംസ്, എ സെർവന്റ് ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, to the 12 tribes which are scattered abroad, greetings.
മനസ്സിലായോ? സ്കാറ്റേർഡ് എബ്രോഡ് ആയിരിക്കുന്ന, അതായത് മുഴുവൻ ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. യെരുശലേമിലുള്ള സഭയ്ക്ക് വന്ദനം എന്നല്ല പറയുന്നത്. ഇസ്രായേലിലോ അല്ലെങ്കിൽ യഹൂദിയ നാട്ടിലോ ഉള്ള സഭയ്ക്ക് വന്ദനമല്ല. ചിതറിപ്പാർക്ക് ഡയസ്പോറ ജ്യൂസ്, പരദേശിയായി പാർക്കുന്ന വീട്ടിൽ എൻ്റെ ചട്ടങ്ങൾ നിന്റെ കീർത്തനമായിരിക്കണം എന്നൊക്കെ പറയാൻ കാര്യം അത്. പരദേശികളായിട്ട് അവർ ചിതറിപ്പാർക്കുന്നവരാണ്. അവർക്കാണ് ഈ ലേഖനങ്ങൾ മുഴുവൻ എഴുതിയിരിക്കുന്നത്. ഈ യാക്കോബിന്റെ ലേഖനത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ശരി, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. താങ്കൾ ആവശ്യമില്ലാത്തത് കയറി ക്ലെയിം ചെയ്യുമ്പോഴാണ് ഇത് മാച്ച് ആവാത്തത്. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് കണ്ടു. 1-ാം അധ്യായം 1-ാം വാക്യം, സല്യൂട്ടേഷനാ, തുടങ്ങുക, അഡ്രസ് ചെയ്ത് തുടങ്ങുക. യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയയിലും ആസിയയിലും ബിദുനിയയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും, മനസ്സിലായോ? ഈ ചിതറിപ്പാർക്കുന്ന പരദേശികൾക്ക് എഴുതിയിരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശദീകരണം പ്രാപിച്ച ഇവിടെ പറയുന്നത്, ഇവിടെ ചിതറിപ്പാർക്കുന്ന പരദേശികൾ അവർക്ക് എഴുതിയിരിക്കുന്നത്. ആരെ ചിതറിപ്പാർക്കുന്ന പരദേശികൾ? ഇംഗ്ലീഷിൽ നോക്കിയേ, Peter, an apostle of Jesus Christ, to the strangers scattered throughout Pontus, Galatia, Cappadocia, Asia and Bithynia. മനസ്സിലായോ? ഇതെല്ലാം ഈ ഗ്രീക്ക് യഹൂദന്മാർ, അതായത് ഇവർ ഗ്രീക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. ഇതുകൊണ്ട് റെവലേഷൻ, വെളിപ്പാട് പുസ്തകമൊക്കെ എഴുതിയേക്കുന്നിടത്തൊക്കെ പലയിടത്തും നമുക്ക് കാണാം അതിനെ ഗ്രീക്കിൽ അങ്ങനെ പറയുന്നു. എബ്രായ ഭാഷയിൽ അബദ്ദോൻ എന്ന് പറയും, ഗ്രീക്കിൽ അതിനെ അപ്പല്ലുവോൻ എന്ന് പറയും. എന്തിനാ ഗ്രീക്കിൽ പറയുന്നത്? കാര്യം ഗ്രീക്കാണ് അവർക്കെല്ലാം അറിയാവുന്നത്. ഉലകം മുഴുവൻ ചുറ്റിക്കിടക്കുന്ന ആൾക്കാർ മുഴുവൻ പഠിക്കുന്നത് ഗ്രീക്കാണ്. അവർക്കറിയാവുന്ന ഭാഷ അതാ, അല്ല അറമായിക് അല്ല, അല്ലെങ്കിൽ ഹീബ്രു അല്ല. അതുകൊണ്ടാണ് BC 200 സെപ്റ്റുവിജന്റ് വേർഷൻ തനാക്ക് എഴുതാൻ കാര്യം. തനാക്ക് എന്ന് പറയുന്നത് അതിന് ഏറ്റവും കൂടുതൽ പോപ്പുലാരിറ്റി കിട്ടിയിട്ടുള്ളത് ഗ്രീക്ക് വേർഷനിൽ എഴുതിയിരിക്കുന്ന, എബ്രായ ഭാഷയിൽ എഴുതിയതല്ല. അറമായിക് ഭാഷയിൽ എഴുതിയതിനെക്കാട്ടിലും കൂടുതലും ജനം യൂസ് ചെയ്യുന്നത് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയിരിക്കുന്ന തനാക്ക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രീക്ക് യഹൂദന്മാരാണ് ഏറ്റവും കൂടുതൽ ഉലകം മുഴുവൻ ചിതറിക്കിടക്കുന്നത്. അവർ ഗ്രീക്ക് ഭാഷയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ആ ഗ്രീക്കരോടും, അതായത് യവനായ ആൾക്കാരോടും സുവിശേഷം പറഞ്ഞു എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കല്ല അത് മുഴുവനും അർത്തമീസിന്റെ ആൾക്കാർ മുഴുവനും രക്ഷിക്കപ്പെട്ടു എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ല, യഹൂദന്മാരോടും ഇസ്രായേലിൽ നിന്ന് ചിതറിപ്പോയ യഹൂദന്മാരോടും മറ്റുള്ള ഗ്രീക്കന്മാരോടും, ഗ്രീക്ക് എന്ന് പറയുന്നത് യവനായ ഭാഷ സംസാരിക്കുന്ന യഹൂദന്മാരോടും ഒക്കെ സുവിശേഷം അറിയിച്ചു എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കണം. ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം. 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. അവൻ ചെന്ന് 22, അവരെ കുറിച്ചുള്ള വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിലെത്തിയപ്പോൾ അവർ ബർന്നബാസിനെ അന്ത്യോക്യോളം അയച്ചു. ഇവിടെ ബർന്നബാസിനെ അന്ത്യോക്യോളം അയക്കുക. ഞാൻ ഇവിടെ 100 കാര്യങ്ങളോട് നിങ്ങളെ ഒന്ന് കാണിച്ചോട്ടെ. ഈ മാപ്പ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ കുറെ കൂടെ പെട്ടെന്ന് ഈ കാര്യം പിടികിട്ടും. അന്ത്യോക്യ എവിടാണ് എന്നൊന്നൊന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് കണ്ടില്ലേ? ഇവിടെ ഈ താഴെ കാണുന്ന ജുഡിയ എന്ന് എഴുതിയേക്കുന്നുണ്ട്, യഹൂദിയ, ജെറുസലേം. ഇതാണ്, ഇവിടാണ്. ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ കണ്ടോ, ഇതാണ് ജെറുസലേം എന്ന് പറയുന്നത്, ജുഡിയ. ഇത്രയേ ഉള്ളൂ യഹൂദിയ എന്ന് പറയുന്നത്, യെരുശലേം എന്ന് പറയുന്നത്, ഇസ്രായേൽ എന്ന് പറയുന്നത്. ജെറുസലേം ഇവിടാണ്. ഇവിടെ നിന്നും ഇതാണ് ലെബനോൻ, സീദോന്, സോറ്, സീദോന്, സറഫാത്ത് ഒക്കെ ഇതാണ്. ഇവിടെ ലെബനോൻ, ആക്ച്വലി ലെബനോൻ. ഇതിന്റെ മേലെ ഏകദേശം ഇവിടെയാണ് അന്ത്യോക്യ എന്ന് പറയുന്നത്. അന്ത്യോക്യ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ്. ദമസ്കോസ് ഇവിടെയാണ്. ഇവിടെ വെച്ചാണ് പൗലോസിനെ പിടിക്കുന്നത്, ദൈവം പിടിക്കുന്നത്. എന്നാൽ ഇതാണ് അതിന്റെ ക്യാപിറ്റൽ, അന്ത്യോക്യ എന്ന് പറയുന്നത്. കേട്ടോ, അന്ത്യോക്യ, ആന്റിയോക്ക്. ഇവിടെ ഒരു അന്ത്യോക്യ ഉണ്ട്. അതുപോലെ തന്നെ മറന്നുപോലെ തന്നെ ഇവിടെ കണ്ടില്ല, ഇവിടെ ഒരു അന്ത്യോക്യ ഉണ്ട്. ഇതാണ് വേറൊരു അന്ത്യോക്യ ഇൻ പിസിഡിയ. കണ്ടോ, ഇത് ടർക്കിയിലെ അന്ത്യോക്യയാണ്. ഇത് ടർക്കിയിൽ ഒരു അന്ത്യോക്യ ഉണ്ട്. എന്നാൽ ഇവിടെ മുഴുവൻ പറയുന്ന അന്ത്യോക്യ ഈ അന്ത്യോക്യയാണ്. ഇതാണ് സിറിയയിലെ അന്ത്യോക്യ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് കാണാൻ, മൊബൈലിൽ കാണുന്നവർക്ക് ഒരു പക്ഷേ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല. ലാപ്ടോപ്പിൽ കാണുന്നവർക്ക് ഇത് വളരെ ക്ലിയർ ആയിട്ട് കാണാം. ഞാനിത് വേണമെങ്കിൽ അയച്ചു തരാം. ഇത് പൗലോസിന്റെ മിഷണറി യാത്രയുടെ മാപ്പാണ്. ഇതാണ് ഈ അന്ത്യോക്യ എന്ന് പറയുന്നത്. ഞാൻ എന്തിനാ ഇത് കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടെ നിങ്ങളത് മനസ്സിലാക്കാനാണ്. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കർത്താവിൻ്റെ അടുക്കല് ഒരു ലേഡി, ഒരു വുമൺ, ഒരു ലേഡി വന്നിട്ട്, കർത്താവ്, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം ബാധിച്ചിരിക്കുന്നു, അവളെ സൗഖ്യമാക്കണമെന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം. ഞാൻ സാധാരണ പറയാറുള്ളത്, എന്നാലും ആ വാക്യം ഞാൻ എടുത്തിട്ടുണ്ടോ നോക്കിക്കോട്ടെ, ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിക്കാം. മർക്കോസിന്റെ സുവിശേഷം
ഞാൻ ആ ഭാഗം എടുത്തിട്ടില്ല. ഓക്കെ, മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. 22 മുതലാന്ന് തോന്നുന്നു. അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ പറയുന്നുണ്ട് സിറഫോയിനിക്യ ജാതിക്കാരിയായ ഒരു സ്ത്രീ. സിറഫോയിനിക്യ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സീറോ എന്ന് പറയുന്നത് സിറിയയാണ്. സീറോ മലബാർ സഭ എന്നൊക്കെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ സീറോ എന്ന് പറയുന്നത് സിറിയയാണ്. ഈ ഫോയിനിക്യ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഈ ലെബനോനാണ് ഫോയിനിക്യ എന്ന് പറയുന്നത്. അന്ന് ഫോയിനിക്യ എന്ന് അറിയപ്പെട്ടിരുന്നത് ലെബനോനെയാണ്. ഈ ഭാഗത്താണ് അത്. സീദോന്, സോറ്, സറാഫാത്ത് ഇതൊക്കെ ലെബനോന്റെ ഭാഗമാണ്. അതിനെയാണ് അന്ന് ഫോയിനിക്യ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഈ സീറോ ഫോയിനിക്യ എന്ന് പറയുന്നത് സിറിയയുടെയും ഫോയിനിക്കയുടെയും ലെബനോന്റെയും ബോർഡറാണ്. സീറോ ഫോയിനീഷ്യൻ ലേഡി എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. സീറോ ഫോയിനീഷ്യൻ മതക്കാരി, അല്ലെങ്കിൽ അവരുടെ ഇടയിലുള്ള വിശ്വാസം. അവൾ വന്നിട്ട് കർത്താവിനോട് സൗഖ്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് എന്താ അവളോട് പറഞ്ഞത്? കർത്താവ് അവളോട് പറഞ്ഞത്, മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. യു ആർ എ ജെന്റൈൽ ഡോഗ്. നീ ഒരു ജാതീയ എന്താ പറയുന്നത്, ഒരു നായ്ക്ക് തുല്യമാ. നിനക്ക് അത് ഇട്ടുകൊടുക്കത്തില്ല. നിന്റെ മക്കൾക്ക് അത് ഇട്ടുകൊടുക്കത്തില്ല. നിന്റെ മകൾ ഒരു നായ്ക്കുട്ടിയാ. നീ ഒരു നായാണ്, നിന്റെ മകൾ ഒരു നായ്ക്കുട്ടിയാണെന്നുള്ള രീതിയില്ല. മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ല. സിറോ ഫോയിനീഷ്യനാ, അതായത് ആ സിറിയയുടെയും ഫോയിനിക്കയുടെയും ബോർഡറാ. അവിടെ താമസിക്കുന്ന ആൾക്കാരാ. എന്താ ഇപ്പൊ കാര്യങ്ങൾ എവിടെ വന്നേക്കുന്നത് നോക്കിയേ. അന്ത്യോക്യ എന്ന് പറയുന്നത് സിറിയ. ഈ സീറോ ഫോയിനീഷ്യൻ ലേഡി വന്നത് ഇവിടെ നിന്നാ. മക്കളുടെ അപ്പം അതെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞിടത്താണ് ഇപ്പം ഇതിന്റെ ഹെഡ് ഓഫീസ്. ഇപ്പം ഇസ്രായേലിൽ നിന്നല്ല, യെരുശലേമിലല്ല, ഇപ്പം ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെ ആയിരിക്കുക, അന്ത്യോക്യ. ഈ അന്ത്യോക്യ സീറോ ഫോയിനീഷ്യ എന്ന് പറയുന്നത് ഇവിടമാണ്. ഇവിടുത്തെ കുറിച്ച് കർത്താവ് ആ കാലത്ത് റെഫർ ചെയ്തത് മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾ താമസിക്കുന്ന സ്ഥലം, അല്ലെന്നുണ്ടെങ്കിൽ നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞെടുത്താണ് അന്ത്യോക്യയില് ഈ വിശ്വാസത്തിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറിയിരിക്കുക. ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി ഇസ്രായേലിൽ നിന്നും ദൈവജനത്തിൽ നിന്നും സീറോ ഫോയിനീഷ്യൻ ആ സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ അന്ത്യോക്യയിലേക്ക് മാറിയിരിക്കുക. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി യെരുശലേമിൽ നിന്ന് കാര്യങ്ങൾ മുഴുവൻ വെളിയിലേക്ക് പോയിരിക്കുക, ജാതികളിലേക്ക് പോയിരിക്കുക. നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞിരുന്ന ആ സ്ഥലങ്ങളിലേക്ക് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറിയിരിക്കുക. ഇവിടെ കണ്ടില്ലേ, നമ്മൾ എന്തോ വായിച്ചത്? നമ്മൾ 11-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ വായിച്ചത്, നിങ്ങൾക്ക് ഈ മാപ്പ് ക്ലിയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് മുഴുവനും അവർ ചിതറി പാർത്തിരുന്നു. ശരിക്കും മാപ്പ് ഓപ്പൺ ആയതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാം. ഇത് കണ്ടില്ലേ, ഇതാണ് ടർക്കി എന്ന് പറയുന്നത്. പത്രോസ് അപ്പോസ്തലനൊക്കെ വന്ന് താമസിച്ചത് ഈ ബിദുന്യ കണ്ടില്ലേ മേലെ, ബിദുന്യ, പൊന്തോസ് എന്നൊക്കെ പറയുന്ന ടർക്കിയ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബൈസന്റിയൻ കാലത്തുണ്ടായിരുന്ന ഒരു സ്ഥലങ്ങളൊക്കെയാണ് ഇതെല്ലാം. അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലയോ, ഗലാത്യ എന്ന് പറയുന്ന ഇതാണ്, കപ്പദോക്യ എന്ന് പറയുന്നത് ഇവിടെ, കിലിക്കിയ എന്ന് പറയുന്ന ഇതാ, കൊലോസിയ ഇതാണ് ലൈസിയ എന്ന് പറയുന്നത്, ഫ്രിങ്കിയ, ആസിയ, മൂസിയ എന്നെല്ലാം പറയുന്നത് ഇവിടമാണ്. ഇത് മുഴുവനും ടർക്കിയ. യെരുശലേമിൽ നിന്ന് അവര് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയടവാ. ഇവരിവിടെ എല്ലാം പ്രസംഗിക്കുന്ന യഹൂദനോടാ. ഇവിടെ മുഴുവനും യഹൂദിയ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നിടവാ. യോഹന്നാൻ സ്നാപകൻ വന്ന് താമസിച്ചത് ഇവിടെ എഫെസോസിലാ. ഇതുണ്ടല്ലേ എഫെസോസ്. മറിയ യോഹന്നാൻ സ്നാപകനോട് വന്ന് താമസിക്കുന്ന ഈ എഫെസോസിലാ, ഇവിടാണ്. ഈ എഫെസോസിൽ വെച്ചാണ് വെളിപ്പാടിലെ 7 സഭകൾ കണ്ടില്ലയോ, ഈ കാണുന്ന എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയതൈര, സെർദീസ്, ഫിലാദൽഫിയ, ലവോദിക്കിയ. ഇതിനെല്ലാം ലേഖനങ്ങൾ എഴുതുന്നത് ഈ ആസിയയിലെ 7 സഭകൾ. ഇത് ടർക്കിയിലാണ്. ഇവര് ഇവിടുന്ന് യെരുശലേമിൽ നിന്ന് ഓടിപ്പോയതാ. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ല, ഇതാണ് ഗ്രീസ് എന്ന് പറയുന്നത്, മക്കദോനിയ എന്ന് പറയുന്ന ഈ മഞ്ഞ കളറിൽ കാണുന്ന, യെല്ലോ കളറിൽ കാണുന്ന ഭാഗമാണ്. ഇതിന്റെ താഴ്വശമാണ് അഖായ. ഇവിടാണ് കൊരിന്ത്, അഥേന ഒക്കെ പറയുന്ന സ്ഥലങ്ങൾ. ഇവിടെ എല്ലാം യഹൂദന്മാരാ, കൊരിന്തിലുള്ള യഹൂദന്മാരാ പൗലോസിന് എതിരാകുന്നത്. ഈ മാസിഡോണിയ എന്ന് പറയുന്നത് അംബിപ്പൊലീസ് എന്നും നിയോപ്പൊലീസ് എന്നും ഫിലിപ്പിയ എന്നൊക്കെ പറയുന്നത് മക്കദോനിയ, മാസിഡോണിയ. ഇവിടെ എല്ലാം യഹൂദന്മാരാ തിങ്ങിപ്പാർക്കുന്നത്. അത് കഴിഞ്ഞ് ഇറ്റലി, റോം, ഇവിടെ യഹൂദന്മാരെ വിളിച്ചു കൂട്ടും. ഇവരെന്താ ഇവിടെ യഹൂദന്മാർ വരാൻ കാര്യം? ഇതാ ഞാനീ പറയുന്നത്. ഇവര് പൗലോസ് അവിടെ ചെല്ലുമ്പോൾ മുതലേ BC യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് ഇവർ ഉലകം മുഴുവൻ ചിതറിപ്പാർക്കുക. കുറേന എന്ന് പറയുന്നത് ഇതാണ്, ആഫ്രിക്കയിലെ ഒരു നോർത്തേൺ ആഫ്രിക്ക, ഇത് കണ്ടല്ലോ, ഈ സൈറനൈസ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, ഇതാ കുറേന. ഇതാണ് ഈജിപ്തിലെ അലക്സാൻഡ്രിയ എന്ന് പറയുന്നത്, ഇതാണ്. ഈ ഉലകം മുഴുവൻ ഇവര് ചിതറിപ്പാർക്കുന്ന സ്ഥലമാണ്.
നമ്മൾ അതിനെ കുറെ കൂടെ വിശാലമായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കണം. യെരുശലേം എന്നും ഇസ്രായേൽ എന്നും പറഞ്ഞുകൊണ്ട് മാത്രം നിൽക്കല്ല. ക്രിസ്ത്യാനിറ്റിയിൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. ഇതെല്ലാം യഹൂദന്മാരോട് പറഞ്ഞു. ഈ യഹൂദിയ വിശ്വാസവും ജുഡിയായിസമാണ് യെരുശലേമിൽ നടന്നിട്ടുള്ളത്. ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുന്നത് ആന്റിയോക്യയിൽ നിന്ന്. ഇവിടെ നിന്നും സൈപ്രസ്, ഇത് കണ്ടല്ലോ സൈപ്രസ്, ഇതാണ് കുറേന എന്ന് പറയുന്നത്, സൈപ്രസിൽ നിന്നും ഇവര് ടർക്കിയിലേക്ക് കയറിയ പെർഗ, പെർഗയിലെ അന്ത്യോക്യ, അതാണ് പിസിഡിയയിലെ അന്ത്യോക്യ. പത്രോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ മിഷണറി യാത്ര. അത് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ലൂസ്ത്രയിൽ വെച്ചാ പൗലോസിനെ എറിഞ്ഞു കൊല്ലുന്നത്. ഇതാണ് ഇക്കോനിയ, ഇതാണ് ഡെർബെ, ഇത് തർസോസ്. ഇതെല്ലാം കുറെ കൂടെ നമ്മൾ വിശാലമായിട്ട് കാണണം. പത്രോസ് അപ്പോസ്തലൻ സഭകൾക്ക് ലേഖനം എഴുതി പറയുമ്പോൾ ആർക്കായി എഴുതിയത്? ഏത് സ്ഥലത്തെ സഭയ്ക്കാ? ചിതറിപ്പാർക്കുന്ന കപ്പദോക്കിയിലും ഗലാത്തിയയിലും ബിദുനിയിലും പൊന്തോസിലും. ഇതെല്ലാം പ്രാണരക്ഷാർത്ഥം അവർ ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള യഹൂദന്മാർക്ക് വേണ്ടിയിട്ടും ലോകം മുഴുവൻ ചിതറിപ്പാർക്കുന്ന യഹൂദന്മാർക്ക് വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ എഴുതുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് അപ്പോസ്തലപ്രവൃത്തികൾ 23-ാമത്തെ വാക്യം. അതിനകത്ത് 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ സുറഫോനിക്ക ലേഡി, ആ വുമന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിച്ചത്, കാര്യങ്ങൾ മുഴുവനും യെരുശലേമിൽ നിന്നും നായ്ക്കുട്ടികൾ എന്ന് പറഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ സിറിയയിൽ ഇപ്പോൾ അതിന്റെ സെന്ററായി മാറിയിരിക്കണം. അവരെ കുറിച്ചുള്ള വർത്തമാനം യെരുശലേമിലെ സഭയുടെ ചെവിയിൽ എത്തിയപ്പോൾ അവൻ ബർന്നബാസിനെ അന്ത്യോക്യയോളം പറഞ്ഞയച്ചു. അന്ത്യോക്യയാണ് ഇപ്പം മെയിൻ സ്ഥലം. അവർ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. എല്ലാവരും ഹൃദയ നിർണയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ തക്കവണ്ണം പ്രബോധിപ്പിച്ചു. ഈ ബർന്നബാസിനെ നമുക്കറിയാം, 4-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം കുപ്രോസുകാരന്. അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാര്യങ്ങളെ പക്വതയോട്, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്ന, ഒരു ശരിക്കും കൗൺസിലിംഗ് ചെയ്യുവാൻ കഴിവുള്ള പ്രബോധന പുത്രൻ എന്നറിയപ്പെടുന്ന ഒരാളാണ്. അവരോടുകൂടെ കഴിഞ്ഞ നാളുകളായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബർന്നബാസിനെ എല്ലാവർക്കും അറിയാം. പൗലോസിന്റെ കാര്യം കേട്ടപ്പോഴും ബർന്നബാസിനെ അയക്കുന്നത്. ബർന്നബാസാണ് പൗലോസിനെ കൊണ്ടുവന്ന് പന്തിരുവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടെ ഈ കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് ബർന്നബാസിനെ കറക്റ്റായിട്ട് അവർ സെലക്ട് ചെയ്ത് ബർന്നബാസിനെ ഇവിടേക്ക് അയക്കുകയാണ്. അവൻ ചെന്ന് ദൈവകൃപ കണ്ട് സന്തോഷിച്ചു. ഇവിടെ ദൈവകൃപ എന്ന് പറയുമ്പോഴത്തേന് മിസ്റ്ററി റെവലേഷൻ ഒന്നുമല്ല. അവിടെ ദൈവത്തിന്റെ ആ ഒരു കൃപ, അതായത് ദൈവത്തിന്റെ ആ ഒരു സ്നേഹം, അവിടെ നടക്കുന്ന പ്രവൃത്തി കണ്ട് സന്തോഷിച്ചു എന്നേ ഉള്ളൂ അതിനർത്ഥം. അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനുമായിരുന്നു. വളരെ പുരുഷന്മാരും കർത്താവിനോട് ചേർന്നു. അവിടെ ഒരു നല്ല രീതിയിൽ ആ കിങ്ഡം ഗോസ്പൽ, അതിന്റെ ആരാധനയും കാര്യങ്ങളും നടക്കുകയാണ്. അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. അവനെ കണ്ടെത്തിയാറെ അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇവിടെ നിന്നും ശൗലിനെ തിരവാനായിട്ട്, കാര്യം ശൗല് ഈ സമയത്ത് എവിടെ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശൗല് തർസോസിലാണ്. കാര്യം താൻ തർസോസുകാരനാണ്. തർസോസിലേക്ക് ശൗല് തിരികെ പോയിരിക്കുക. അവിടെ പോയി ആ ഭാഗങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കിയ, തന്നെ ഏൽപ്പിച്ച സുവിശേഷം താൻ പ്രസംഗിച്ചുകൊണ്ട് തർസോസിലും കിലിക്കിയിലും ഒക്കെ ആയിട്ട് ആയിരിക്കുക. അവിടെ നിന്ന് ബർന്നബാസിനെ വിട്ട് പോളിനെ പോയി വിളിച്ചുകൊണ്ട് വരിക. കാര്യം ആ തർസോസ് എന്ന് പറയുന്നത് നമ്മൾ ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, വളരെ അടുത്താണ്. തന്നെയല്ല, ഇത് കണ്ടില്ല, ഈ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാണ് തർസോസ് എന്ന് പറയുന്നത്. ഇത് പോൾ ജനിച്ച സ്ഥലമാണ് തർസോസ്. കിലിക്കിയിലെ തർസോസിലാണ് പോൾ ജനിക്കുന്നത്. അന്ത്യോക്യ എന്ന് പറയുന്നത് ഇതാണ്. ഏകദേശം 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ നിന്നും 40-50 കിലോമീറ്റർ. അവിടെ നിന്നും ബർന്നബാസ് തിരിച്ച് യെരുശലേമിൽ വന്നിട്ട് 12 ശിഷ്യന്മാരെ വിളിക്കാനോ അല്ലെങ്കിൽ അഭിപ്രായം ചോദിക്കാനോ പോകുന്നതിനെക്കാട്ടിലും ഇവിടെ നിന്നും തർസോസിൽ നിന്ന് ശൗലിനെ വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോയിരിക്കുക. എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് ശൗലിനെ വിളിക്കാൻ കാര്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ശൗലിന്റെ മേലൊരു പ്രത്യേക കമ്മീഷൻ പകർന്നിരിക്കുന്നതായിട്ട് ബർന്നബാസിന് അറിയാം. ജാതീയ ദേശത്തെ പ്രവർത്തിക്ക് വേണ്ടിയിട്ട് ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുക എന്നുള്ളത് മറ്റുള്ള അപ്പോസ്തലന്മാരെക്കാട്ടിലും വ്യക്തമായിട്ട് ബർന്നബാസിന് അറിയാം. പോളിന്റെ മേലുള്ള കമ്മീഷൻ എന്താണെന്നും പോളിനെ എന്തിനു വേണ്ടി വിളിച്ചു, ഏത് ദൗത്യമാണ് പോളിനെ ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് ശരിക്കും ബർന്നബാസിന് അറിയാം. അതുകൊണ്ടാണ് ഇവിടെ ബർന്നബാസ് പൗലോസിനെ തിരക്കി പോയി വിളിച്ചുകൊണ്ട് വരുന്നത്. അന്ത്യോക്യയിലെ സഭയിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ശൗലിനെ വിളിച്ചുകൊണ്ട് വരിക. കാര്യം ബർന്നബാസിന് അവിടെ വന്നു കഴിഞ്ഞപ്പോൾ, ബർന്നബാസ് ഒരു യഹൂദനാണ്. താനൊരു എന്താ പറയുന്നത്, പ്രബോധനപുത്രൻ എന്നറിയപ്പെടുന്ന ഒരു ലേവിയ ഗോത്രത്തിൽ ഉള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സപ്പോർട്ടിന്റെ ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ നേരെ ശൗലിനെ തിരക്കി പോവുക. അങ്ങനെ ശൗലിനെ തിരക്കിപ്പോയി ശൗലിനെ കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ അവർ ഒന്നിച്ച് ശുശ്രൂഷിക്കുക. ഇവിടെ ചില കാര്യങ്ങളൊന്ന് കാണിക്കേണ്ടതാണ്. നാം
തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെയും എടുത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നാം ധരിച്ചിരിക്കുന്നത് പൗലോസ് അപ്പോസ്തലൻ ഈ ദമസ്കോസിൽ വെച്ച് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേന് 2-3 ദിവസം ദമസ്കോസിൽ താമസിച്ചു. തനിക്ക് കണ്ണിൽ നിന്ന് ചെതുമ്പൽ മാതിരിയൊക്കെ വീഴുകയും അവിടുന്ന് വന്ന് അനന്യാസ് വന്ന് പ്രാർത്ഥിക്കുകയും സ്നാനമേൽക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ദൈവകൃപ പ്രാപിച്ച് അവിടെ നിന്നും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കോട്ടയിൽ ഇറക്കി വിട്ടു, മടങ്ങി പോരുന്നു എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അവിടെ തിരിച്ചു വന്ന് യെരുശലേമിൽ പിന്നെ 12 പേരുടെ കൂടെ ആയിരുന്നു. അവരുടെ കൂടെ ശുശ്രൂഷയൊക്കെ പഠിച്ചു. അവരുടെ കൂടെ കുറെ നാൾ നിന്ന് അവരെന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി. അതിനുശേഷം ദൈവം വിളിച്ചപ്പോൾ അങ്ങനെ അതുവഴി സൗദി അറേബ്യക്ക് പോയി. അവിടുന്ന് സൗദിയിൽ നിന്ന് തിരിച്ചങ്ങ് തർസോസിലേക്ക് പോയി. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരു സമയം വരെ ഞാനും ഇത് തന്നെയാണ് മനസ്സിലാക്കിയിരുന്നത്. എന്നാൽ ബൈബിളിനെ കുറെ കൂടെ ആഴമായിട്ട് ആധികാരികമായിട്ട് മനസ്സിലാക്കുവാനും കാര്യങ്ങൾ അപഗ്രഥിച്ച് പഠിക്കുവാനും തുടങ്ങിയപ്പോഴാണ് അങ്ങനല്ല വിഷയം. പൗലോസ് അപ്പോസ്തലനെ ദമസ്കോസിൽ വെച്ച് ദൈവം പിടിച്ചു കഴിയുമ്പോൾ അവിടെ നിന്നും ഏകദേശം ഒരു 3 വർഷത്തോളം താൻ അവിടെ താമസിക്കാനായിട്ടിടയായി. ദമസ്കോസിൽ 3 വർഷം ഉണ്ടായിരുന്നു എന്നല്ല, ദമസ്കോസിൽ ദൈവം പൗലോസിനെ പിടിച്ചതിന് ശേഷം കുറച്ച് നാള് ചില ദിവസങ്ങൾ ദമസ്കോസിൽ ഉണ്ടായിരുന്നപ്പോഴാണ് ആ കർത്താവിന്റെ വിളി കേൾക്കുകയും അറേബ്യയിലേക്ക് വരാനായിട്ട് ദൈവം വിളിക്കുന്നത്. മോശയെ എങ്ങനെ സീനായി മലയിൽ ദൈവം ഉപയോഗിച്ചോ, സീനായി മലയിലേക്ക് വിളിച്ച് ഇസ്രായേൽ ജനത്തെ നടത്തുവാൻ അവർക്ക് കൽപ്പനകളും പ്രമാണങ്ങളും കൊടുക്കുമ്പോൾ തന്നോട് ദൈവം ഏത് രീതിയിൽ ഇടപെട്ടോ, അതുപോലെ തന്നെ ദൈവകൃപയാൽ ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതിനെ കുറിച്ച് പൗലോസിനോട് വളരെ പേഴ്സണലായിട്ട് ദൈവം ഇടപെടുകയും സംസാരിക്കുകയും ദൈവത്തിന്റെ എൻകൗണ്ടർ പല ആവർത്തി പൗലോസിനുണ്ടാവുകയും ചെയ്യാൻ ആ അറബിയിലേക്ക് ദൈവം പൗലോസിനെ കൊണ്ടുപോവുകയാണ്. താൻ ഒരു മനുഷ്യരോട് അഭിപ്രായം ചോദിക്കാതെ ദമസ്കോസിൽ നിന്നും സൗദി അറേബ്യയിലേക്ക് പോവുകയാണ്. അവിടെ പോയതിനു ശേഷം അവിടെ നിന്നും തിരിച്ച് ദമസ്കോസിലേക്ക് വരിക. ഇവിടെ എങ്ങും യെരുശലേമിൽ പോയിട്ടില്ല. 3 വർഷം, ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞു. അതിനുശേഷമാണ് യെരുശലേമിലേക്ക് വരുന്നത്. ഇവിടെ കൊല്ലാൻ പോയ ആളാണ്. അന്ത്യോക്യയിലെ വിശ്വാസികളെ കെട്ടിക്കൊണ്ട് അവരെ കൊല്ലാനും പീഡിപ്പിക്കാനും പോയ ആളാണ്. തിരിച്ച് യെരുശലേമിൽ വന്നിട്ടില്ല. 3 വർഷത്തിന് ശേഷമാണ് തിരിച്ച് യെരുശലേമിലേക്ക് വന്നത്. വരുമ്പോഴും ഈ 12 പേരെ കാണാനായിട്ട് കഴിഞ്ഞില്ല. ശരിക്കും പത്രോസ് അപ്പോസ്തലനെ കണ്ടു, യാക്കോബിനെയും കാണാൻ പറ്റി. അതിനുശേഷമാണ് താൻ തിരിച്ച് തർസോസിലേക്ക് മടങ്ങിപ്പോരുന്നത്. ഈ വിഷയങ്ങൾ അതുകൂടെ ഞാനൊന്ന് കാണിച്ച് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് ആ വിഷയം കൂടെ ഞാനൊന്ന് കാണിച്ചിട്ട് മുന്നോട്ട് പോകാം. നമുക്ക് നമ്മുടെ മുന്നിൽ 5 മിനിറ്റ് കൂടെ ഉള്ളൂ. അതുകൊണ്ട് അധികം സമയം ഞാൻ എടുക്കത്തില്ല, പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് നിർത്താനായിട്ട് പോവുകയാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാം വാക്യം. 12 വാക്യങ്ങൾ കൂടെ അതിനുള്ള ബന്ധത്തിൽ നിന്ന് കാണിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇവിടെ ഗലാത്യ ലേഖനം 1-ാം അധ്യായം 15-ാം വാക്യം. പൗലോസ് അപ്പോസ്തലന്റെ ശുശ്രൂഷ എന്തായിരുന്നു, തന്നെ എന്ത് മിനിസ്ട്രി ആയിരുന്നു ദൈവം ഏൽപ്പിച്ചിരുന്നെന്നുള്ളത് ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികൾ പഠിച്ചാൽ നമുക്കതിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയത്തില്ല. പോൾ എഴുതിയിരിക്കുന്ന തന്റെ ലേഖനങ്ങൾ കൂടെ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ മുമ്പ് പറഞ്ഞ മാതിരിയെ കാര്യങ്ങളെ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതായത് ദമസ്കോസിൽ വെച്ച് ദൈവത്തിന്റെ ആ ഒരു എൻകൗണ്ടർ ഉണ്ടാകുകയും അനന്യാസിനാൽ താൻ സ്നാനപ്പെടുകയൊക്കെ ചെയ്തതിന് ശേഷം നേരെ യെരുശലേമിലേക്ക് വന്നുവെന്നും പിന്നെ അവിടുന്ന് സൗദിയിലേക്ക് പോയി എന്നൊക്കെ ആയിരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. എന്നാൽ ആക്ച്വലി ഇതാ നടന്നത്, കണ്ടില്ലയോ? ഗലാത്യ ലേഖനം 1:15 പറയാം, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ചു തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം. ഇതിന്റെ മേലെ മുതലേ വായിച്ചു വരേണ്ടി, എന്നാലും നമുക്ക് ആ ഹോൾ പിക്ചർ കിട്ടത്തുള്ളൂ. എന്താണ് താനെന്നുള്ളത് പോൾ പറയുക. തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ. എന്നിൽ പ്രസാദിച്ചു എന്നൊക്കെ പറയുന്നത് ദമസ്കോസിൽ വെച്ച് വിളിച്ചപ്പോഴാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ. എങ്ങനെ? ഞാൻ ദമസ്കോസിൽ വെച്ച് ദൈവം എന്നെ പിടിക്കുകയും ഞാനുമായിട്ടുള്ള ഈ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. കണ്ടോ, ഞാൻ യെരുശലേം ടച്ച് ചെയ്തിട്ടേ ഇല്ല. ദമസ്കോസിൽ നിന്നും സൗദി അറേബ്യയിൽ പോയി അവിടെ നിന്നും തിരിച്ച് ദമസ്കോസിലേക്ക് മടങ്ങി പോരുകയും ചെയ്തു. 3 ആണ്ട് കഴിഞ്ഞിട്ട്, ഏകദേശം 3 വർഷം കഴിഞ്ഞിട്ട് കേഫാവുമായിട്ട് മുഖപരിചയം ഉണ്ടാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. അതാണ് എനിക്ക് ആകെപ്പാടെ യഹൂദൻ ഈ അപ്പോസ്തലന്മാരുമായിട്ടുള്ള പരിചയം എന്ന് പറയുന്നത്.
അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ ആരെയും കാണാനും പറ്റിയില്ല. അടുത്ത വാക്യം, എന്നാൽ കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ, അതും യാക്കോബ് അപ്പോസ്തലനല്ല, കർത്താവിന്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറെ ഒരുത്തനെയും കണ്ടില്ല. വേറെ ഈ 12 ഒരു കുഞ്ഞുങ്ങളെയും പോൾ കണ്ടിട്ടില്ല. ആകെപ്പാടെ കണ്ടിട്ടുള്ളത് പത്രോസിനെയും യാക്കോബിനെയും. ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഫോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. ഇതാണ് പൗലോസ് അപ്പോസ്തലന് 12 ഒരു എൻകൗണ്ടർ, അല്ലെങ്കിൽ 12 ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ആകെപ്പാടെ 2 ആഴ്ച 3 വർഷം കഴിഞ്ഞതിന് ശേഷം മുഖപരിചയം, ആരാണ് പത്രോസ് എന്ന് എവിടെ വെച്ചാലും കണ്ടാൽ അറിയാൻ വേണ്ടിയിട്ട് മുഖപരിചയം ഉണ്ടാകേണ്ടതിന് ഞാൻ യെരുശലേമിലേക്ക് പോയി. 3 ആണ്ട് കഴിഞ്ഞിട്ട് കേഫാവുമായിട്ട് മുഖപരിചയം ഉണ്ടാകേണ്ടതിന് ഞാൻ യെരുശലേമിലേക്ക് പോയി. 15 ദിവസം അവനോടുകൂടെ പാർത്തു. അതാണ് ആകെപ്പാടെ പൗലോസിനും ഈ 12 എൻകൗണ്ടർ അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പോൾ പറയുന്ന, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അതിന്റെ 11-12 വാക്യമാണ്. ഞാൻ ഈ മനുഷ്യരോട് പഠിച്ചതോ നിങ്ങൾ വിചാരിക്കുന്ന മാതിരി ഞാൻ 12 അപ്പോസ്തലന്മാരിൽ നിന്ന് എന്തെങ്കിലും പഠിച്ചെടുത്തതോ അല്ല. അടുത്ത വാക്യം, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല. യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. കണ്ടോ, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട്, കർത്താവ് എനിക്ക് തന്ന വെളിപ്പാട്. ഞാൻ എഴുതിയിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞാൻ ആരുടെ നിന്നും കാണാപ്പാടം പഠിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന കണ്ട് മനസ്സിലാക്കിയതോ അല്ല, മറിച്ച് കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന വെളിപ്പാടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന് പറയുകയാണ്. ഈ വിഷയം കണക്ട് ചെയ്ത് ഇതിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ ചേർത്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം നമുക്ക് ഇവർക്ക് അന്ത്യോക്യയിൽ വെച്ചാണ് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളെന്ന് പേരാകുന്നത്. ആ ഒരു ഭാഗം പറഞ്ഞു വരാനായിട്ട്, ഒന്ന് മനസ്സിലാക്കുവാനായിട്ടാണ് ഞാനിവിടെ ഈ ഭാഗങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. എന്നാൽ നമ്മുടെ മുന്നിലുള്ള സമയം തീർന്നിരിക്കുക. പ്രാർത്ഥിച്ച് നമ്മൾ ഇന്ന് അവസാനിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. അടുത്ത ആഴ്ചയിൽ ഞാൻ ഈ ഭാഗം കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ കൂടുതൽ നിങ്ങളുടെ സഹോദരങ്ങളെയും മറ്റുള്ളവരെയും ഒക്കെ ഇത് അയച്ചു കൊടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും എന്താണെന്ന് മനസ്സിലാക്കുകയും എന്തുകൊണ്ടാണ് നമ്മളെ 11-ാം അധ്യായത്തിന് ശേഷം ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കാൻ തുടങ്ങിയത്, എന്താണ് അന്ത്യോക്യയിൽ വന്നതിന് ശേഷം ഈ പേര് വരാൻ കാര്യം. നമ്മൾ കർമേലെന്നും യെരുശലേം എന്നും ബേത്ലഹേം എന്നും ഹെബ്രോൻ എന്നും എന്താ പറയുന്നത് സിയോൻ എന്നും ഒക്കെ പേരിട്ട് ഈ 12 അപ്പോസ്തലന്മാരുടെ മേലെ പണിതിരിക്കുന്ന പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അല്ലേ ഇതിന്റെയൊക്കെ പേര് നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കേണ്ടത്. എന്തുകൊണ്ട് അവിടെ വെച്ച് നമ്മളെ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചില്ല? എന്തുകൊണ്ട് 12 കൂട്ടത്തിലുള്ള ആരാധനയിൽ നമ്മളെ ക്രിസ്ത്യാനികൾക്ക് എന്നുള്ള പേര് നമുക്ക് ലഭിച്ചില്ല? ഈ വിഷയമൊക്കെ നമ്മൾ അടുത്ത ആഴ്ചയിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്ത് മനസ്സിലാക്കുവാനായിട്ട് പോവുകയാണ്. ഇവിടെ പോൾ ഇസ് ആക്ച്വലി കോൾഡ് ഫോർ എ സെപ്പറേറ്റ് മിനിസ്ട്രി. അത് ബർന്നബാസിന് നല്ലവണ്ണം അറിയാമായിരുന്നു, പോളിന്റെ മേലെയുള്ള വിളിയും കമ്മീഷനും എന്താണെന്നുള്ളത്. അങ്ങനെ ബർന്നബാസ് പോളിനെ അന്ത്യോക്യയിലെ സഭയിലേക്ക് വിളിച്ചുകൊണ്ട് വരികയും ഇവിടുത്തെ കാര്യങ്ങൾ മാറുകയും അന്ത്യോക്യയിൽ നിന്നും മിഷണറി യാത്ര ആരംഭിക്കുകയും പരിശുദ്ധ ആത്മാവിനാൽ തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും ദൈവ വേലയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിക്കുകയും അവർ മിഷണറി യാത്ര ആരംഭിക്കുകയും അവരിൽ കൂടി ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ക്രിസ്ത്യാനിറ്റി ആരംഭിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാണ് 11-ാം അധ്യായത്തിന്റെ ഒരു രത്ന ചുരുക്കം. അതിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമേ നമ്മൾ ചിന്തിച്ചുള്ളൂ. എന്നാൽ അവസാനത്തെ ചില വാക്യങ്ങൾ കൂടെ പറഞ്ഞ് അടുത്ത ആഴ്ചയിൽ ഇതിന് കൂടുതൽ ക്ലാരിറ്റി തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ മുന്നിലുള്ള സമയം തീരുകയാണല്ലോ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് ഇത് മനസ്സിലാക്കുവാനും ഈ ദൈവിക സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ വിളി എന്താണ്, നമ്മുടെ തിരഞ്ഞെടുപ്പ് എന്താണ്, കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശാണ്, അതിലൂടെ ഒഴുകിയ രക്തമാണ്. അത് പ്രസിദ്ധമാക്കുക എന്നുള്ളതാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും മേൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ. ആ വലിയ വിളിയും തിരഞ്ഞെടുപ്പും വേണ്ടുന്നതുപോലെ ഏറ്റെടുക്കുവാനും അനേകരെ ഈ സത്യസുവിശേഷം അറിയിക്കുവാനും യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി നിൽക്കുവാനും നിങ്ങളെ ഓരോരുത്തരെയും പ്രബോധിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിന്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ.